ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിലെ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന്, കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിനൊക്കെ മുഖാന്തരമായി തീരുന്നുവെന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഒക്കെ ഒത്തിരി അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ കർത്താവിൻ്റെ ദാസി ലിസി മോളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ലിസി, എന്തുകൊണ്ട്? കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു ഞങ്ങളെല്ലാവരും. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. എവിടുന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ഡൽഹി ഷാദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലാണല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. ജീവിതത്തിലെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ കേൾവിക്കാരുടെ ജീവിതത്തിലും അതൊരു അനുഗ്രഹവും വിടുതലുമായി തീരും. കർത്താവിൻ്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹത്വമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. സാക്ഷ്യത്തിനുള്ള അവസരത്തിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ ഇത്രത്തോളം നടത്തിയല്ലോ കർത്താവ്, ഇനി മുന്നോട്ട് നടത്തുവാൻ അങ്ങ് ശക്തനാകയാൽ നന്ദിയപ്പാ. സ്തോത്രം. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ നിന്റെ ദാസി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനാവശ്യമുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവ് നിന്റെ ദാസിയുടെ മേല പകർന്നു കൊടുത്താട്ട് കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാനിടയാക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. സിസ്റ്ററെ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയുള്ള അവസരം സമയം ഞാൻ സിസ്റ്ററിന് നൽകി തരികയാണ്. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം ഇങ്ങനെ ഒരു വലിയ അവസരം ഒരുക്കി തന്ന വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷ ജോയ്സ് ടി വിയിലെ വിശേഷപ്പെട്ട പ്രിയ ദേവദാസിനെയും ആന്റിയെയും കുടുംബത്തെയും നിങ്ങളുടെ ശുശ്രൂഷകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം തന്നു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. എന്നെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്ന ആന്റിയോടും ദേവദാസിനോടുമുള്ള നന്ദിയും വന്ദനത്തെ ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷകളെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സാക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഖണ്ഡിക്കാനാവാത്ത, ആർക്കും തിരുത്താൻ കഴിയാത്ത വലിയൊരു അനുഭവങ്ങൾ തന്നെയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ സാക്ഷ്യങ്ങളാണുള്ളത്. എന്നാൽ എല്ലാവർക്കും അവനവന്റെ സാക്ഷ്യം ഏറ്റവും വലുതാണ്. ദൈവം നമ്മളെ വ്യക്തിപരമായി, നമ്മളെ കുടുംബമായി, നമ്മളെ സഭയായി, ദൈവം ഏത് മേഖലയിലാണോ നമ്മളെ എല്ലാം ആക്കി വെച്ചിരിക്കുന്ന ആ മേഖലകളിലെല്ലാം ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലുകളാണ് ഈ സാക്ഷ്യത്തിലൂടെ എല്ലാം നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അനേകരുടെ ജീവിത സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, പലപ്പോഴും ദൈവമേ, ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചെറുതായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവരെയൊക്കെ ദൈവം എത്രത്തോളം വലിയ അത്ഭുതങ്ങളിലൂടെയാണ് നടത്തുന്നത്. വ്യത്യസ്തമായ ഇടപെടലുകൾ, വ്യത്യസ്തമായ വഴികൾ, വ്യത്യസ്തമായ കർത്താവിന്റെ കരവിരുതുകളെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകള്, കർത്താവിന്റെ ഇടപെടലുകള്, കർത്താവിന്റെ ദർശനങ്ങള്, കർത്താവ് തന്ന വചനങ്ങളെല്ലാം എന്നെ ഇന്നുവരെയും ജീവിപ്പിച്ചു, നിങ്ങളെയും ജീവിപ്പിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രേക്ഷകരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ ചാനലിലൂടെ അനേക അനുഭവങ്ങള്, സാക്ഷ്യങ്ങള്, ഇതെല്ലാം നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് അനുഗ്രഹമാണ്. നമുക്ക് ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവ് നമ്മളെല്ലാം സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ എന്റെ ഫാമിലിയെ പരിചയപ്പെടുത്താം. എന്റെ പേര് ലിസിമോൾ ജിജിമോൻ എന്നാണ്. എന്റെ ഹസ്ബൻഡിന്റെ പേര് പാസ്റ്റർ ജിജിമോൻ VM. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്തയാള് മിൽക്ക ജിജി മാത്യു, അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞ് മിഹായൽ ജിജി മാത്യു, അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ചെറിയ കുടുംബം. ഞങ്ങളെ കർത്താവിന്റെ വേലയില് 2010 ഡൽഹി പട്ടണത്തില് ഷാദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ഇവിടെ ആയിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഞങ്ങൾ നടത്തിയ വിധങ്ങളെ ഓർത്ത്. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഞാനൊരു CMS ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു
മാതാപിതാക്കന്മാരുടെ മകളാണ്. എന്റെ സഹോദരങ്ങൾ, എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കൊറോണയുടെ സമയത്ത് എന്റെ ഇളയ സഹോദരൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. എന്റെ മാതാവും പിതാവും അധികം ദൈവഭക്തി ഒന്നുമില്ല. എന്നാൽ എന്റെ മാതാവ് കർത്താവിനെ അറിഞ്ഞ നാള് മുതൽ ഇന്നുവരെയും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട്, കർത്താവിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. അങ്ങനെ ഒരു ഭവനത്തിൽ ജനിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏതെല്ലാം ഭവനങ്ങളിൽ ആരെല്ലാം ജനിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. നമ്മള് എത്ര ദാവീദ് പറയുന്നത് പോലെ ദൾദൽ കി കീച്ചടുമേ എന്ന് പറഞ്ഞാൽ വളരെ പരിപരുത്ത അവസ്ഥയിൽ വളർന്നു വന്നാലും കർത്താവ് അതിനെ എല്ലാം നന്മയ്ക്കായിട്ടാണ് തീർക്കുന്നത്. ജീവിതത്തിന്റെ സാഹചര്യങ്ങളാ കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള എല്ലാ അനുഭവങ്ങളും നമുക്ക് ഒരുക്കി തരുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ഭവനത്തിൽ എന്റെ മാതാപിതാക്കന്മാർക്ക് ജനിച്ചതില് കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്കും ഈ വലിയ സ്നേഹത്തെ ഒന്ന് രുചിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചത്. വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിച്ച ഒരു മാതാവിന്റെയും പിതാവിന്റെയും മകളായിട്ട് ജനിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ചെറുപ്രായത്തിലെ തന്നെ ഞാൻ ഒരു ഓർഫനേജിലാണ് വളർത്തപ്പെട്ടത്. എന്റെ 6ാമത്തെ വയസ്സിൽ 1ാം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം ഞാൻ 2ാം ക്ലാസ് മുതൽ അരുവിത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെ ശാന്തി ഭവൻ എന്ന് പറയുന്ന ഒരു മഠത്തിലാണ് ഞാൻ എന്റെ ബാല്യകാലങ്ങളെല്ലാം കഴിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, മാതാപിതാക്കന്മാരുടെ സഹോദരങ്ങളുടെ ഒന്നും സ്നേഹം കിട്ടാത്ത അവസ്ഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ ഒരു അനാഥത്വത്തിൽ വളർന്നതായതുകൊണ്ട് എനിക്ക് വളരെ അങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോൾ, ചെറിയവരെ കാണുമ്പോഴൊക്കെ വലിയ സ്നേഹവും കരുണയും ആർദ്രവൊക്കെ അവരോട് തോന്നാറുണ്ട്. കാരണം ആ ഒരു പരിസ്ഥിതിയിലൂടെ വളർന്നു വന്നതുകൊണ്ട് കർത്താവ് അങ്ങനെയൊക്കെ കൊണ്ടുപോയത് ഒരുപക്ഷെ കർത്താവിന്റെ വേല ചെയ്യിപ്പിക്കാനായിരിക്കുമെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. ദൈവം അതിനായിട്ട് എന്നെ എടുത്തതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെയുള്ള ഒറ്റപ്പെടലുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിലൂടെ അനുഭവിക്കേണ്ടി വന്നു. അതെല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിന്. ഇന്ന് ഞാനത് കരുതുന്നത്, അന്നൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പനും അമ്മയും ഉണ്ടായിട്ട് പോലും അപ്പന്റെ അമ്മയുടെ സ്നേഹമോ കരുതലോ ഒന്നും കിട്ടാതെ ഞാൻ വളർത്തപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോ അവരോടൊരു ഭാരം, സഹോദരങ്ങളോടൊരു ഭാരം, എനിക്ക് എന്നോട് തന്നെ വളരെ ഭാരമുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെല്ലാം കർത്താവ് പഠിപ്പിച്ചു, ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടുകയില്ല. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത ഉപകാരങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും. എന്റെ മാതാപിതാക്കന്മാര് എന്നെ സ്നേഹിച്ചു, എന്നെ കരുതിയത് കൊണ്ട് ഒരുപക്ഷെ അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം എന്നെ അങ്ങോട്ട് വിടേണ്ടതായിട്ട് വന്നത്. ഹല്ലേലൂയ. അതിനായിട്ട് ഞാൻ അവരെ നന്ദി പറയുന്നു. അങ്ങനെ അവരെ എന്നെ വിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് ഈ ലോകത്തിൽ കാണുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ദൈവത്തിന്റെ വലിയ പദ്ധതികളൊക്കെ ആയിരുന്നു അതൊക്കെ. എന്നാൽ എന്റെ സഹോദരൻ, ഇപ്പോഴെനിക്കൊരു സഹോദരനുണ്ട്. അവൻ നാട്ടിലായിരിക്കുന്നു. എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, എന്റെ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആലീസ് ജോൺ എന്നാണ് എന്റെ മാതാവിന്റെ പേര്. എന്റെ സഹോദരന്റെ പേര് ജിനേഷ്. രണ്ടുപേരെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വീണ്ടും എന്റെ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ അരുവിത്രയില് 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അതിനുശേഷം ഞാൻ എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അവിടെ പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയതിനു ശേഷം ഞാനൊരു ചെറിയ നഴ്സിംഗ് കോഴ്സ് പഠിച്ചിട്ട് അവിടെ ഒരു വർഷം ഇടുക്കി ജില്ലയിലാണ്, അവിടെ കമ്പിളികണ്ഠം എന്ന് പറയുന്ന നിർമ്മല ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ ഒരു വർഷം പ്രാക്ടീസ് ചെയ്തതിനു ശേഷം 2002 ഞാൻ അവിടെ നിന്ന് മധ്യപ്രദേശിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു, ജോലിയോടനുബന്ധിച്ച്. അങ്ങനെ ജോലി ചെയ്തിരുന്ന സമയങ്ങളിലെല്ലാം കർത്താവിന്റെ വലിയ കൃപ, ഒത്തിരിയും കാര്യങ്ങൾ ഈ വിദ്യാഭ്യാസ കാലത്തിനിടയ്ക്കൊക്കെ പറയാനുണ്ട്. കർത്താവ് അനേക രോഗങ്ങളിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ചു, അനേക പ്രയാസങ്ങളിൽ നിന്ന് വിടുവിച്ചു. ആ സമയത്തൊക്കെ ഞങ്ങള് മഠത്തിലായിരിക്കുന്ന സമയത്തൊക്കെ അവിടെയുള്ള അമ്മമാരെല്ലാം ഞങ്ങളെ ഒത്തിരി കെയർ ചെയ്യുകയും ഒത്തിരി സ്നേഹിക്കുകയും അവരുടെയൊക്കെ സ്നേഹവും അവരുടെയൊക്കെ കരുതലൊക്കെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു. അവരുടെ സ്നേഹവും അവരുടെ സംരക്ഷണവും അവരുടെ തലോടലുകളൊക്കെ ഒരുപക്ഷെ അവരുടെയൊക്കെ സ്നേഹം കൊണ്ടായിരിക്കാം ഇന്ന് മറ്റാർക്കും ലഭിക്കാത്ത ഒരു വലിയ ഭാഗ്യമാണ് എനിക്ക് കർത്താവിന്റെ വേലയിലായിരിക്കുവാൻ ദൈവം സഹായിച്ചത്. ഹല്ലേലൂയ. കാരണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ അനാഥപ്പെട്ട് കഴിയുന്ന ഞാനവിടെ ഞങ്ങളവിടെ ആയിരിക്കുമ്പോൾ ചേച്ചിമാർക്ക് അപ്പനും അമ്മയും ഒന്നും ഇല്ലാത്ത ചേച്ചിമാരുണ്ട്. അപ്പൊ ഞങ്ങൾ ഭയങ്കര ആശ്വാസം, ഞങ്ങൾക്ക് അപ്പനുണ്ടല്ലോ അമ്മയുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ജീവിതത്തിന്റെ പല മേഖലയിലൂടെ കടന്നു പോന്നപ്പോഴാണ് അനാഥരായ അനേകരെ കാണുവാനിടയായി തീർന്നത്. അവരുടെ വിഷമങ്ങളും അവരുടെ ഭാരങ്ങളും അവരുടെ പ്രയാസങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ, സ്നേഹം കിട്ടാത്തതിന്റെ, സ്നേഹിക്കപ്പെടാൻ പറ്റാത്തതിന്റെ ഒക്കെ അവസ്ഥ ആ സമയങ്ങളിലൊക്കെ എനിക്ക് എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. അങ്ങനെ എന്റെ നല്ല ചേച്ചിമാര് ഒക്കെ ഇന്നും അവരൊക്കെ കോണ്ടാക്റ്റിലുണ്ട്. ഇറ്റലിയിലും ഇസ്രായേലിലൊക്കെ അവരായിരിക്കുന്നു. ദൈവം അവരെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനും എന്റെ ഒരു കസിൻ സിസ്റ്ററുമാണ്. ഞങ്ങള് മഠത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. അവൾ അവിടെ 12ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരികെ പോന്നു. അങ്ങനെ എന്റെ
നഴ്സിംഗ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാൻ മധ്യപ്രദേശിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. അവിടെ വെച്ച് ദൈവത്തിന്റെ വലിയൊരു എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ 11ാം ക്ലാസ്സിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്, സ്നാനപ്പെടുന്നത്. എന്റെ ചെറുപ്രായത്തിലെ ഞങ്ങള് മഠത്തിലായതുകൊണ്ട് എല്ലാവർക്കും അറിയാം, കത്തോലിക്ക പള്ളിയിലെ ഭയങ്കര പാട്ടും പ്രാർത്ഥനക്കാരൊക്കെയായിരുന്നു ഞാന്. അങ്ങനെ 10 വർഷക്കാലം മാതാവിനെയും യേശുവിനെയും ഒക്കെ പുണ്യാളന്മാരെയൊക്കെ ആരാധിച്ച് നടന്ന ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ഏറ്റവും വലിയ സഭ എന്ന് പറയുന്നത്, കെട്ടുറപ്പുള്ള സഭ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണല്ലോ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. അങ്ങനെയാ ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങൾ പഠിച്ചതും ഞങ്ങൾ വളർന്നതൊക്കെ. എന്നാൽ അതിനപ്പുറം ആ സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ മാതാവ് രക്ഷിക്കപ്പെടുവാനിടയായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ പോസ്റ്റ്മാന്റെ വീട്ടില് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളന്ന് കുഞ്ഞുങ്ങളാ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13-14 വയസ്സ് കാണുമായിരിക്കും. ആ സമയത്ത് അവിടെ വന്നൊരു ദൈവദാസൻ, അന്ധനായ 2 കണ്ണും കാണാൻ പാടില്ലാത്തൊരു ദൈവദാസൻ അവിടെ കടന്നു വന്നു. ഞങ്ങളുടെയൊക്കെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിങ്ങളെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. അവർ കൈവച്ചത് ഞങ്ങൾ ആത്മാഭിഷേകം നിറയപ്പെടുവാൻ, അന്യഭാഷയിൽ സംസാരിക്കുവാൻ ഇടയായിരുന്നു. എങ്ങനെയോ ഇവിടെ നിന്നും ഒന്നും അറിയില്ല. ആ ചെറുപ്രായത്തിലെ ആത്മനിറവ് എന്താണെന്ന് ശരീരത്തിലും ആത്മാവിലും ഒക്കെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും ഞങ്ങൾക്ക് ആത്മാഭിഷേകം കിട്ടി. വീണ്ടും ഞങ്ങള് മഠത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അതെല്ലാം തണുത്ത് ഉറഞ്ഞു പോയി. വീണ്ടും 10ാം ക്ലാസ് വരെ പഠിച്ചു. അങ്ങനെ 12ാം ക്ലാസ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥമായി രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയൊക്കെ ചെയ്തത്. അങ്ങനെ അതിനുശേഷം ഞാൻ മധ്യപ്രദേശിലേക്ക് കടന്നു പോന്നു. അവിടെ വെച്ച് ദൈവത്തിന്റെ വലിയ എൻകൗണ്ടറുകൾ, എന്റെ ജോലി സംബന്ധമായി ഞാൻ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. കാരണം എനിക്ക് ഭാഷ അറിയില്ല, അവർ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ദൈവമല്ലാതെ അവിടെ മറ്റാരും എനിക്ക് സഹായമില്ലായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ജോലി സ്ഥലത്ത് വെച്ച് ദൈവം എന്നോട് കാണിക്കുന്ന, മലയാളിയായിട്ട് ആ ഹോസ്പിറ്റലിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് അറിയാൻ മേലാത്ത ദേശത്ത് അറിയാൻ വയ്യാത്ത ഭാഷക്കാരുടെ ഇടയിൽ തനിച്ചൊരു മനുഷ്യനായിരിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് ഏത് സമയം കരയാനും നേരമുള്ളൂ. കാരണം ഇവര് പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ പല പ്രാവശ്യം കർത്താവ് വലിയ അനർത്ഥങ്ങളിൽ തന്നെ വിടുവിച്ചിട്ടുണ്ട്. എന്തെന്നാൽ പല പേഷ്യൻസിനും ഞാൻ മരുന്ന് മാറി കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഭാഷ അറിയത്തില്ലാത്ത കാരണം സൈഡ് ബെഡിലുള്ളവർക്ക് ഞാൻ പേഷ്യന്റിന്റെ പേരോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എല്ലാവരുടെയും പേര് ഒരേപോലെ, അങ്ങനെ മറിച്ചും തിരിച്ചുള്ള പേരുകളായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച അങ്ങനെ ഞാൻ, കർത്താവേ എന്നെ രക്ഷിക്കണമേ, നീ എന്നോട് കൂടെയില്ല എങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് കർത്താവിനോട് പറഞ്ഞ് നിലവിളിച്ചും കരഞ്ഞും അങ്ങനെ എന്റെ ജോലി മണ്ഡലത്തിലെ കർത്താവ് എനിക്ക് വലിയ ഹെൽപ്ഫുൾ ആയിരുന്നു. പരിശുദ്ധാത്മാവിനെ ആ സമയങ്ങളിലൊക്കെ നയിച്ചതിന് ശേഷം 2003-4 വർഷങ്ങളിൽ ഞാൻ മധ്യപ്രദേശില് വേറൊരു ഗ്രാമപ്രദേശത്ത് പോകുവാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നു. എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ചെറിയ ക്ലിനിക്ക് നടത്തിയപ്പോൾ ഞാൻ ഇവിടെ ഒരു നേഴ്സായിട്ട് കടന്നു പോകാൻ, അപ്പോഴാണ് യഥാർത്ഥത്തിൽ ജനത്തിന്റെ ദുരവസ്ഥ എനിക്ക് മനസ്സിലാകുവാൻ കഴിഞ്ഞത്. വിദ്യാഭ്യാസമില്ലാത്ത, വിവരമില്ലാത്ത ജനത്തിന്റെ കഷ്ടപ്പാടുകൾ, അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങള്, അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ എനിക്ക് അവിടെ വെച്ച് കഴിഞ്ഞു. അങ്ങനെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ജനത്തെ രക്ഷിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ കടന്നുപോയ സമയത്ത് ആ സമയത്ത് ഞാൻ 3 മാസം കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ടു. അങ്ങനെ പല പ്രാവശ്യങ്ങളിൽ ദൈവാത്മാവ് എന്നെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം വരെയും വചനങ്ങൾ തന്ന്, വചനത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി, വചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കി നമുക്ക് എങ്ങനെ കർത്താവിനോട് ചേർന്ന് നടക്കാം, കർത്താവുമായി എങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പിലാകാമെന്ന് വചനത്തിലൂടെ എന്നെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അവിടെ ആയിരുന്ന സമയത്തൊക്കെ വളരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആഹാരം കഴിയാൻ പോലുമുള്ള പൈസ എവിടെ നിന്നും കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു അങ്കിള് ഡൽഹിയിൽ പട്ടണത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ നിന്നെ ഇവിടെ നിന്ന് ഡൽഹിക്ക് കൊണ്ടുപോകാൻ നീ വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ വിളിക്കണം, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. ഒരു പ്രാവശ്യം ബീനായിൽ നിന്ന് ഞാൻ രാത്രി 12 മണിക്ക് അവിടുന്ന് ട്രെയിൻ കയറി. ആ ട്രെയിനിൽ മറ്റാരുമില്ല. എൻ്റെ കൂടെ പെണ്ണായിട്ട് എൻ്റെ കോച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ.
CRF-കാരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ മാത്രമേ ഉള്ളൂ. എന്നാൽ എനിക്കൊരു ഭയവും തോന്നില്ല. കാരണം കർത്താവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് അന്നൊക്കെ ഭയങ്കര ചങ്കൂറ്റമായിരുന്നു. എവിടെയും എന്തും നേരിടാം എന്നുള്ളൊരു ധൈര്യം എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 12 മണിക്കത്തെ ട്രെയിൻ കയറി ഞാൻ ഡൽഹി പട്ടണത്തില് പിറ്റേ ദിവസം പകല് 11 മണിയായപ്പോൾ വരുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ അങ്കിൾ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി വേറൊരു ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുയാക്കി. 2005-ലാണ് ഞാൻ ഡൽഹി പട്ടണത്തിലേക്ക് കടന്നു വരുന്നത്. ഡൽഹി പട്ടണത്തിൽ കടന്നു വന്നതിന് ശേഷം ഇവിടെ പല ഇടങ്ങളിലായിട്ട് ജോലി ചെയ്യുവാൻ തൊക്കെ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം 2009-ലാണ് എന്റെ വിവാഹം നടക്കുന്നത്. വിവാഹത്തിന് ശേഷം കർത്താവ് വൻ കാര്യങ്ങളെ അന്ന് വരെയുള്ള ജീവിതത്തില് അനേക നന്മകളും അനുഗ്രഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രായത്തിന്റെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ അന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച് ജോലി ചെയ്ത് നടക്കുന്ന സമയത്ത് കർത്താവിനെ കുറിച്ചുള്ള ഒരു എരിവ് കയറുമ്പോൾ കർത്താവിനെ ആരാധിക്കാൻ പോകും. മറ്റ് ജോലി തിരക്കുകളുള്ളപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി പലപ്പോഴും ഉദാസീനതയൊക്കെ കാണിച്ച് ദൈവത്തോട് അകന്നു പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറയുന്നില്ല, എനിക്ക് മടിയില്ല. കാരണം ദൈവം ഇന്ന് എന്നെ നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ സ്നേഹത്തിന്റെ വലയത്തിലായതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. അനേക കുഞ്ഞുങ്ങള് മാതാപിതാക്കന്മാരെ വിട്ടിട്ട് ഈ പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ പാപത്തിന് ഇരയാകപ്പെടാറുണ്ട്. ഹാലിലെ കഴുകന്മാരുടെ കണ്ണുകൾക്ക് ഇരയാകപ്പെടാറുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെല്ലാം സൂക്ഷിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് പലവിധமான പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകാൻ തൊക്കെ ഇടയായി തീർന്നു. എന്റെ വിവാഹം അയർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് വട്ടിത്തറയിൽ മത്തായി എന്ന് പറയുന്ന അപ്പച്ചന്റെ മോനാണ് ജിജിമോൻ മത്തായി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് എന്നെ വിവാഹം കഴിച്ചത്. 2009 ഏപ്രിൽ മാസം 12-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. അതെല്ലാം ഒരു വലിയ ദൈവത്തിന്റെ നിയോഗപ്രകാരമായിരുന്നു. 2005-ൽ ഞാൻ ഡൽഹി പട്ടണത്തിൽ കടന്നു വന്നപ്പോൾ എനിക്കൊരു നല്ല IPC സഭ ഷാദ്ര മാൻസറോവ് പാർക്കിൽ എനിക്ക് ലഭിക്കുവാനിടയായിരുന്നു. അവിടെയുള്ള ദൈവദാസന്മാരും ദൈവദാസനും വിശ്വാസി സഹോദരങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ ആദരവോടെ വളരെ ബഹുമാനത്തോടെ എന്നെ കൈക്കൊണ്ടു. എന്നെ അവര് സ്നേഹിച്ചു. എന്റെ വിവാഹ കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സഹായിക്കുകയും എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്ത എല്ലാ എന്റെ ചേച്ചിമാരോടും എന്റെ ദൈവദാസനോടൊക്കെ ഉള്ള നന്ദിയും ഞാൻ ഈ ധരണത്തിൽ അറിയിക്കുന്ന. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും അവർക്കുള്ള സ്നേഹവും അവരോടുള്ള എന്റെ കടപ്പാടൊക്കെ വളരെ വലുതാണ്. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച, എന്നെ സഹായിച്ച, എനിക്ക് കൈത്താങ്ങൽ തന്ന, എന്നെ ചേർത്ത് പിടിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒത്തിരി പേരുടെ പേരുകൾ പറയാനുണ്ട്. എന്നാൽ കൃപയാൽ എല്ലാവരും കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്നവരെ സഹായിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് അവരുടെയൊക്കെ പ്രതിഫലം സ്വർഗത്തിലാ. അതുകൊണ്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ ധരണത്തില് എന്റെ വിവാഹം നടന്നതിന് ശേഷം വളരെ പ്രയാസങ്ങളിലൂടെയൊക്കെ ഞങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ആദ്യം കൺസീവ് ആയ സമയത്ത് എനിക്ക് 1.5-2 മാസമായപ്പോഴത്തേക്കും ബ്ലീഡിങ് തുടങ്ങി. ആ സമയത്ത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ജോലിക്ക് പോയിട്ട് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര നടുവിന് വേദനയും പ്രയാസങ്ങളൊക്കെ ആയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബ്ലീഡിങ് ആയതുകൊണ്ട് വളർച്ചയില്ല, അതുകൊണ്ട് ഇത് അബോർഷൻ ആയി പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് ശക്തമായിട്ട് ബ്ലീഡിങ് തുടങ്ങി. ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു. ഞാൻ ആ മരുന്ന് കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്ക് പോയ സമയത്ത് പെട്ടെന്ന് ഞാൻ ആഹാരം കഴിച്ചു, ഗുളിക കഴിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ശരീരത്തിന്റെ നില വിട്ടു പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് ഞാൻ നിന്ന നിപ്പിൽ തന്നെ തലകറങ്ങി വീഴുവാനിടയായി തീർന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ അച്ഛനെ വിളിച്ചു. അവര് ദേവദാസനും അച്ഛനും ഓട്ടോ വിളിച്ച് വന്ന് എന്നെ കൊണ്ടുപോകുന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ബോധം കെട്ടു പോകാനിടയായി തീർന്നു. എന്നെ എടുത്തുകൊണ്ട് 4-ാം നിലയുടെ മണ്ടയിൽ കയറി അവിടെ കിടത്തി പ്രാർത്ഥിച്ചു. എന്നാല് ഞാൻ മരണത്തിന്റെ അനേക അവസ്ഥകൾ എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. ആ സമയത്ത് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ പ്രാണൻ എന്റെ ശരീരത്തിൽ നിന്ന് മറിഞ്ഞു പോകുന്നതായിട്ട് എനിക്കറിയാം. അങ്ങനെ പ്രാർത്ഥിച്ചും വെള്ളം തന്നും അച്ഛൻ കണ്ണുനീരോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എന്നിലേക്ക് ജീവൻ തിരിച്ചു വരുന്നതായിട്ട്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ നിൽക്കാൻ നേരത്ത്
പെട്ടെന്ന് എന്റെ തല മുതൽ പാദം വരെ ഒരു വല്ലാത്ത തരിപ്പ് കയറിയിട്ട് എന്നിൽ നിന്ന് ബോധം മറഞ്ഞു പോയി. ഞാൻ ഓർത്തു ഞാൻ മരിച്ചു, ഇനി എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. ആ സമയത്ത് എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി ഷവർ തുറന്നിട്ട് അതിന്റെ അടിയിൽ എന്നെ നിർത്തി എന്റെ ശരീരം മുഴുവൻ വെള്ളം കൊണ്ട് നനച്ചതിന് ശേഷമാണ് എനിക്കൊരു ബോധം വരുവാൻ ഇടയായിരുന്നത്. അങ്ങനെ പല പ്രാവശ്യം മരണത്തെ ഞാൻ ആ സമയത്ത് മുഖാമുഖമായി കണ്ടു. കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ എന്നെ നിർത്തിയതിന്റെ പിന്നിലെ ഉദ്ദേശം വളരെ വലുതായതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുശേഷം ആബോർഷൻ ആയിപ്പോയി. അതിനുശേഷം ചില മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ സമയത്തൊന്നും ഞങ്ങൾക്ക് ശുശ്രൂഷയുടെ ഒരു വഴികളോ വാതിലുകളോ ഒന്നും തുറന്നില്ല. ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ദൈവമേ, വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോൾ എവിടെ വേല ചെയ്യണം, എങ്ങനെ വേല ചെയ്യണം, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് ദൈവദാസൻ 7 ദിവസം, 3 ദിവസം, 21 ദിവസം എല്ലാം ആ സമയങ്ങളിലേക്ക് ഉപവാസവും പ്രാർത്ഥന, അതല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഉപവസിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ 7 ദിവസം ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ദർശനം കാണുവാനിടയായി തീർന്നു. എന്റെ കയ്യില് കർത്താവിന്റെ കരത്തിൽ ഒരു കുഞ്ഞ് ഇങ്ങനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, കുഞ്ഞുങ്ങളുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അതേപോലെ ഒരു വെളുത്ത കരത്തിൽ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ എന്നെ ഇങ്ങനെ കാണിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് വേറൊരു സ്ഥലത്ത് ഒരു IPC ചർച്ചിൽ, മറ്റൊരു IPC ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞാനും അച്ഛനും അവിടെ പോയി. അപ്പൊ 7 ദിവസം ഞങ്ങൾ രണ്ടുപേരും ഫാസ്റ്റിങ്ങിലായിരുന്നു. ആ ഫാസ്റ്റിങ്ങിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ദർശനം കാണുന്നത്. അങ്ങനെ തിരിച്ചു വന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഞാൻ കൺസീവ് ആയിരിക്കുന്നു എന്ന് കാണുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ റിസീവ് ചെയ്തു. പക്ഷേ 1-2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് നടുവിന് വേദനയും ബ്ലീഡിങ്ങും ആരംഭിക്കാനിടയായി തീർന്നു. ചെറിയ രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ മാസങ്ങൾ പലത് കടന്നുപോയി. ഡോക്ടേഴ്സിനെ കാണിച്ച് അവര് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ട് പോയാൽ 3 മാസത്തിനിടയ്ക്ക് ഞാൻ പല പ്രാവശ്യം അൾട്രാസൗണ്ട് ചെയ്യപ്പെടേണ്ടതായിട്ട് വന്നു. അവര് പറയുന്നു കുഞ്ഞിന് വളർച്ചയില്ല, ഗ്രോത്ത് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മെഡിസിൻ ഒന്നും തരാൻ കഴിയത്തില്ല. കാരണം ഈ കുഞ്ഞ് വളർന്നു വന്നാലും അതിന്റെ വളർച്ച എത്രത്തോളം ആകുമെന്ന് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോ കണ്ണ് കാണത്തില്ല, കൈ കാണത്തില്ല, ഹാർട്ട് കാണത്തില്ല എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. എന്നാലും ഞങ്ങളെ ശക്തമായി പ്രാർത്ഥിച്ചതിന് ശേഷം ഡോക്ടറെ എടുത്ത് 3-ാമത്തെ മാസത്തിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നും കൂടെ ഞാൻ അൾട്രാസൗണ്ട് ചെയ്തിട്ട് സപ്പോർട്ടീവ് മെഡിസിൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ മാസം അൾട്രാസൗണ്ട് ചെയ്തിട്ട് എനിക്ക് സപ്പോർട്ടീവ് മെഡിസിൻ തരുവാനിടയായി തീർന്നു. ഈ മെഡിസിൻ കഴിക്കുമ്പോഴും എനിക്ക് ക്ലോട്ടായിട്ട് ബ്ലീഡിങ് പോകുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ കരത്തിൽ ഈ കഷ്ടതയിലൂടെയൊക്കെ കടത്തിവിട്ടത് ദൈവത്തിന്റെ വലിയ അത്ഭുതത്തിന്റെ കരം എന്നെ കാണിക്കുവാനാണെന്ന് ആ സമയത്ത് എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുഞ്ഞ് വളർന്നു വന്നു. 5-ാം മാസം 6-ാം മാസം ആയപ്പോഴേക്കും ഒരു ദിവസം ആ സമയത്ത് അസിസ്റ്റന്റ് 5 ദിവസം ഫാസ്റ്റിംഗ് പ്രയറിലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്ന സമയത്ത് രാവിലെ മുതലേ എനിക്ക് പ്രയാസങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. ഞാൻ ആഹാരമൊക്കെ കഴിച്ചിട്ട് പ്രാർത്ഥിക്കാനിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കാനിരുന്ന സമയത്ത് ചെറുതായിട്ട് അനക്കം ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് ഒരു ഫീലിംഗും തോന്നുന്നില്ല. എന്റെ കുഞ്ഞ് വയറ്റിൽ കിടന്ന് അനങ്ങുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അനങ്ങുന്നില്ല എന്ന് ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഞങ്ങൾക്കൊരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും അച്ഛനും കൂടെ പോയി കോട്ടേജ് മീറ്റിംഗിന് ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വചനം തരുവാൻ തക്കൊണ്ട് ആ ദൈവദാസൻ ഞാനൊരു ആൺകുഞ്ഞിന് വേണ്ടിയിട്ട് ആക്ച്വലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. കർത്താവ് എനിക്കൊരു ആൺ തലമുറയെ തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാല് എനിക്കറിയില്ല, ആ സമയത്ത് ദൈവദാസൻ എന്നോട് പറഞ്ഞ വചനം, എസ്തേറിനെ പോലെ ഒരു പൈതൽ, അവൾക്ക് വേണ്ടുന്നതെല്ലാം സ്വർഗത്തിലെ ഹേഗായ് എന്ന കാര്യവിചാരകനെ അയച്ചിട്ട് അവൾക്ക് വേണ്ടുന്നതെല്ലാം സ്വർഗത്തിലെ രാജഭണ്ഡാരത്തിൽ നിന്ന് നൽകി തരുമെന്ന് പറഞ്ഞു. അൺനോയിങ്ങിലി കർത്താവ് എനിക്ക് തന്ന ദൂതായിരുന്നു. ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. എന്നാൽ എനിക്കറിയില്ലായിരുന്നു, ഞാനൊരു ആൺകുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എസ്തേർ ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഒരു എസ്തേറിനെ പോലെ പുറത്തു വന്നു. ഹല്ലേലൂയ. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് ഞങ്ങളുടെ പക്കല് വളരെ തുച്ഛമായ സപ്പോർട്ടുകൾ മാത്രമേ അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. വാടക കൊടുക്കാനുള്ള പൈസ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാല് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് കരുതുവാനോ എനിക്ക് ഒരു നല്ല ആഹാരം കഴിക്കുവാനോ ഒന്നും ആ സമയത്ത് പൈസയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതം എന്ന് പറയട്ടെ, ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ ആ സമയങ്ങളെല്ലാം അനേക സഹോദരങ്ങള്, ഞങ്ങളുടെ വിശ്വാസ കുടുംബത്തിലുള്ളവരൊക്കെ ഞങ്ങളെ പോറ്റുവാനും പുലർത്തുവാനൊക്കെ ഇടയായി തീർന്നു. ആ സമയത്തൊക്കെ കർത്താവിന്റെ കരം
എത്ര വലിയതാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ സമയങ്ങളാണ്. ഒരു ദിവസം ദൈവത്തിന്റെ ദാസിന്റെ കർത്താവിന്റെ ദാസിന്റെ കൂട്ടുകാരൻ പൂനെയിൽ നിന്ന് അയക്കുവാനിടയായി തീർന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് ആ ദൈവദാസനോട് പറഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷെ അവിടെ വന്നത്. അദ്ദേഹം വന്നു. അന്ന് ഞാൻ 7 മാസം ഗർഭിണിയായിട്ടിരിക്കുന്നു. ആ ദേവദാസം വന്നു. അദ്ദേഹത്തിന് വേണ്ടുന്ന ആഹാരമെല്ലാം ഉച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ഉടനെ എന്റെ ഗ്യാസ് തീർന്നു. വൈകിട്ടത്തെ ആഹാരത്തിനുള്ളതൊന്നുമില്ല, ഗ്യാസും തീർന്നു, സാധനങ്ങളൊന്നുമില്ല. അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പോയി. ആ സമയത്ത് ദൈവം ഒരു നന്മ എന്റെ അച്ഛന്റെ കൈ കൊടുത്തു. അത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതകരമായിരുന്നു. പൂനെയിൽ നിന്ന് വരെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് വേണ്ടി, ഈ പട്ടണത്തിൽ കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരിക എന്ന് പറയുന്നത് ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തന്നെയായിരുന്നു. ദൈവത്തിന് ഇടപെടുവാൻ കഴിയാത്ത ഒരു മേഖലകളുമില്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലകളും ഇല്ല എന്ന് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ജോലി ചെയ്ത് എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ തിരിമറിഞ്ഞപ്പോൾ എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എന്നാലും കർത്താവിന്റെ വേലയാണല്ലോ, കർത്താവിന്റെ സ്നേഹമാണല്ലോ എന്നൊക്കെ ഓർത്ത് വീണ്ടും പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ അതെല്ലാം സഹിക്കുവാനും അതിനെല്ലാം ഉൾക്കൊള്ളുവാനും അതെല്ലാം ദൈവത്തിന്റെ വിടുതലാണെന്നും ദൈവത്തിന്റെ കരമാണെന്നും മനസ്സിലാക്കി മാത്രം ജീവിക്കുവാൻ അന്നും ഇന്നും കർത്താവ് സഹായിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ദൈവമല്ലാതെ, ദൈവത്തിന്റെ ആത്മാവല്ലാതെ ഇതൊന്നും സഹിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. മാനുഷികമായ നിലകളിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളാണ് ഇതെല്ലാം. ആ സമയത്ത് അങ്ങനെ 7-ാം മാസത്തില് എന്റെ കുഞ്ഞിന് അനക്കമില്ലാതെ വന്നു. അങ്ങനെ രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എസ്തേറിനെ പോലെ ആ സമയം എന്റെ ഉള്ളില് എന്റെ കുഞ്ഞു തുള്ളി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ അത്ഭുതത്തിന്റെ കരം അങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ നാട്ടിൽ കടന്നുപോയി. അവിടെയായിരുന്നു എന്റെ ഫസ്റ്റ് ഡെലിവറി നടന്നത്. എന്റെ അച്ഛന്റെ അമ്മച്ചിയും എന്റെ സഹോദരങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ വരുവാനും 3 ദിവസത്തോളം എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ വളരെ പ്രയാസത്തോടെ ഞാൻ വയറടിച്ച് വീണിട്ടാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത്, എന്റെ ഹോസ്പിറ്റലൈസ് ചെയ്തത്. അങ്ങനെ വളരെ പ്രയാസത്തോടെ 3 ദിവസക്കാലം എനിക്ക് പെയിൻ ഉണ്ടോന്ന് ചോദിച്ചാൽ പെയിൻ ഉണ്ട്, പക്ഷെ കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ 3 ദിവസക്കാലം എനിക്ക് ലേബർ റൂമിൽ കിടക്കേണ്ടി വന്നു. വളരെ പ്രയാസത്തോടെ ഞാൻ ഓർത്ത്, ദൈവമേ, ഇങ്ങനെ വേദന സഹിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എങ്ങനെ എനിക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള ചിന്ത എന്നെ വളരെ വല്ലാതെ അലട്ടുവാനിടയായി തീർന്നു. എന്താണേലും കർത്താവിന്റെ കൃപയാൽ എനിക്കൊരു പെൺ പൈതലിനെ ദൈവം തരുവാനിടയായി തീർന്നു. അവള് ഉണ്ടായപ്പോൾ 1 കിലോഗ്രാം 400 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞ് പുറത്തു വരാൻ ഇത്രയും സമയം എടുത്തു. ഹല്ലേലൂയ. അതിനുശേഷം അവളെ വളരെ കെയർഫുൾ ആയി പരിപാലിക്കുവാനും ഒക്കെ ഡോക്ടർമാര് പറഞ്ഞായിരുന്നു, കണ്ണ് കാണത്തില്ല, കൈ കാണത്തില്ല, മൂക്ക് കാണത്തില്ല, ഹൃദയം കാണത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഊനവുമില്ലാതെ ഒരു നല്ല ബേബി എനിക്ക് തരുവാൻ കൊണ്ട് ഇടയായി തീർന്നു. ഇന്ന് അവൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവം ഇത്രത്തോളം സഹായിച്ചു. എന്റെ കുഞ്ഞിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ആയിരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ നിന്ന് 3 മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ച് ഡൽഹി പട്ടണത്തിലേക്ക് കടന്നു വന്ന്, അങ്ങനെ കടന്നു വന്ന് ചില ദിവസങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾക്കൊരു വേല സ്ഥലം കർത്താവ് ഒരുക്കി തരുവാനിടയായി തീർന്നത്. ഒരിക്കലും ആന്റി പോലും കേൾക്കോ എന്ന് എനിക്കറിയത്തില്ല. ബിഹാറി കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ബിഹാറി കോളനി എന്ന് പറയുമ്പോൾ തന്നെ ബീഹാറികൾ എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും വരുന്നത് എല്ലാവർക്കും. ബീഹാറികളുടെ കൂട്ടത്തിലാണോ, ഈ ഡൽഹിയിലും വന്നിട്ട് ബീഹാറികളെ പോലെയാണോ എന്നൊക്കെയുള്ള ചിന്ത പലപ്പോഴും ഞങ്ങളെ എല്ലാവരും കളിയാക്കാറുണ്ട്, ബീഹാറി കോളനി എന്ന് പറയുമ്പോൾ. എന്നാല് അതിലെല്ലാം ഉപരി ഞങ്ങൾക്കറിയത്തില്ല ഇങ്ങനെ ഒരു പേരുണ്ടോ, ഇങ്ങനെ ഒരു ഗ്രാമം ഇവിടെയുണ്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരു സ്ഥലമാ ഗലികളായിട്ട് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവദാസനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച സ്ഥലത്തിന്റെ പേരാ. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വേലയിൽ നിരാശപ്പെട്ടിരിക്കുകയാണോ, ലക്ഷ്യബോധമില്ലാതെ ഇരിക്കുകയാണോ, ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി നമ്മളോട് സംസാരിക്കും. തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. വിശ്വാസം എന്താണെന്നോ, വിശ്വാസ ജീവിതം എന്താണെന്നോ, ശുശ്രൂഷ എന്താണെന്നോ അറിയത്തില്ലാത്ത സാഹചര്യത്തില് ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് കരഞ്ഞ സമയങ്ങൾ അതൊക്കെ. ആ സമയത്ത് കർത്താവ് നമ്മളോട് കാണിച്ച് കരുണീയ ഇതെല്ലാം. ആരെങ്കിലും ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും വേലമുഖത്ത് പ്രയാസത്തോടെ എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരപ്പെട്ട് ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ഉത്തരമരുളുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി എഴുതി കാണിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മൾക്ക് വേണ്ടി
പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ഇടപെടലുകളിലൂടെയാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇടപെടലുകൾ മാത്രമാണ്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അങ്ങനെ ശുശ്രൂഷയുടെ മുഖത്ത് ഞങ്ങൾ ഈ പട്ടണത്തിൽ വന്നിട്ട് അവിടെ നിന്ന് ബിഹാരി കോളനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അന്ന് എന്റെ കുഞ്ഞിന് 6 മാസം പ്രായം മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിനെയുമായിട്ട് ഞങ്ങള് ഒരു ദ്വീപ് എന്ന പോലെ, മലയാളികൾ ആരും ഇവിടെയില്ല, ഞങ്ങൾക്ക് ആരും പരിചയക്കാരില്ല. അങ്ങനെ ഒരു ഒറ്റ റൂമിലാണ് ഞങ്ങൾ ഞങ്ങളുടെ മിഷൻ വർക്ക് ആരംഭിച്ചത്. ഹല്ലേലൂയ. ആ ഒറ്റ റൂമിൽ 1 വർഷം ഞങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ഞാനും എന്റെ കുടുംബവും, ഞങ്ങൾ 3 പേരും മാത്രം 1 വർഷക്കാലം ആരാധിച്ചു, പരിഭവങ്ങൾ കൂടാതെ. സൺഡേയിലും വെള്ളിയാഴ്ചയും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം നടത്തി. 1000ങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ള ലക്ഷ്യബോധത്തോടെ, 10,000ങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇന്നും 1000ങ്ങളോ 10,000ങ്ങളോ ഒന്നുമില്ല, എന്നാൽ കർത്താവ് തരുന്ന പ്രത്യാശിക്കത്തവണ്ണം ഞങ്ങൾ ഹാലിലെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ട്രാക്ട് കൊടുക്കുന്ന അച്ഛന് ബുധനാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലൊക്കെ ട്രാക്ട് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന അനേക കൂട്ടായ്മകൾ ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ട്രാക്ട് കൊടുത്ത കൂട്ടത്തില് ഈ ദേശത്തുള്ള ഒരു സഹോദരൻ ഞങ്ങളെ വിളിക്കുവാനും അവർ മുഖാന്തരം 2-3 ഫാമിലിക്കാരെ ഞങ്ങളുടെ അടുത്ത് കടന്നു വരും പ്രാർത്ഥിക്കാനൊക്കെ ഇടയായിരുന്നു. അങ്ങനെ ഹിന്ദിക്കാരുടെ ഇടയിൽ ഒരു വർക്ക് ഞങ്ങൾക്ക് ആരംഭിക്കുമെന്നൊക്കെ കർത്താവ് സഹായിച്ചു. ട്രാക്ട് മുഖാന്തരം വന്ന ആ ഭയ്യ ഇവിടെ അടുത്ത് തന്നെ ജോലി ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ഇവിടുന്ന് 3-4 കിലോമീറ്റർ അപ്പുറയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ മോൻ വളരെ പ്രയാസത്തോടെ ആയിരിക്കുന്നു, അവൻ എപ്പോഴും മരിക്കണം എന്നുള്ള ചിന്ത എനിക്ക്, എന്റെ മൂത്ത മോനാണ്, അവന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, അവൻ എന്തെങ്കിലും സാധിക്കുമോ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനിടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവരുടെ ഭാര്യയും വളരെ ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ കാണുവാൻ കടന്നു ചെന്നു. അങ്ങനെ അവർ ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് സൗഖ്യം കൊടുക്കുവാനിടയായി തീർന്നു. വർഷങ്ങളായി മരണത്തോട് മല്ലിടിച്ചു കിടന്ന ആ ആന്റിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പർശിച്ച് സൗഖ്യമാക്കി. അങ്ങനെ അവരുടെ മോനും മരണത്തിൽ നിന്നുള്ള ആ പൈശാചിക പോരിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച ആ കുടുംബം, ആ മാതാവും ആ സഹോദരനും മറ്റ് 2 ഇളയ 2 സഹോദരിമാരുണ്ടായിരുന്നു. അവരും കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനിടയായി തീർന്നു. എന്നാൽ കൊണ്ടുവന്ന അങ്കിള് രക്ഷിക്കപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ വേറൊരു ഗുരുവിനെയാണ് ആരാധിക്കുന്നത്, ആ ഗുരുവിനെ അല്ലാതെ മറ്റൊരു ഗുരുവിനെ ഞാൻ സ്വീകരിക്കുന്നില്ല, എന്നാൽ എന്റെ ഭാര്യയ്ക്ക് വിടുതൽ വേണം, എന്റെ മകന് വിടുതൽ വേണം എന്ന് പറയുവാനിടയായി തീർന്നു. ഞങ്ങൾ പറഞ്ഞു, സാരമില്ല, ദൈവം വിടുവിക്കുന്നത്, ആ കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതി എന്താണെന്ന് നമുക്കറിയത്തില്ല, ആര് വിശ്വസിച്ചാലും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു പോകാനിടയായി തീർന്നു. അങ്ങനെ ആ ഭവനം രക്ഷിക്കപ്പെട്ടു. ആ ഭവനത്തിൽ ഞങ്ങൾ 2.5 വർഷക്കാലം അവിടെ ആരാധന നടത്തുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ആരാധന നടത്തിയപ്പോഴാണ് അവിടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അനേക കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ആ ദേശത്ത് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു ചിൽഡ്രൻ മിനിസ്ട്രി ആരംഭിക്കുവാന്നൊക്കെ കർത്താവ് സഹായിച്ചു. അങ്ങനെ കർത്താവിന്റെ വേല അവിടെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യുവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ ബിഹാരി കോളനി എന്ന് പറയുന്ന സ്ഥലത്തും ഞങ്ങള് കർത്താവിന്റെ വേലയിൽ ആയിരുന്നു. ആ സമയത്ത് 2 മലയാളി കുഞ്ഞുങ്ങള് അച്ഛന്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ മക്കളെ ഇവിടെ നഴ്സിംഗ് പഠിച്ചിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് കടന്നു വന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങളിലൂടെ അനേക കുഞ്ഞുങ്ങള് ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുവാനിടയായിരുന്നു. ഇന്ന് ആ കുഞ്ഞുങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളില് നല്ല ജോലിയോടനുബന്ധിച്ച് അവരൊക്കെ ആയിരിക്കുന്നു. 2 കുഞ്ഞുങ്ങൾ ഇവിടെ ഗവൺമെന്റ് ജോലിയിലായിരിക്കുന്നു. അങ്ങനെ കടന്നു വന്നവരെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു. മറ്റ് 5-6 പിള്ളേരുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അവരെല്ലാം ഞങ്ങൾക്ക് വലിയ ആത്മീയ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നു. ഹിന്ദിക്കാരില്ലെങ്കിലും മലയാളി പിള്ളേര് അവരൊക്കെ ജോലി അനുസരിച്ച് അവര് കടന്നു വരികയും പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങളെ ആത്മീയമായി, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി എല്ലാം സഹായിക്കുകയൊക്കെ ചെയ്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കുന്നു. എന്റെ സാക്ഷ്യം കേൾക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾ എല്ലാവരെയും ബ്ലസ് ചെയ്യട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെയ്ത ഒരു നന്മയ്ക്കും കർത്താവ് ഒരിക്കലും അവന് വേണ്ടി ചെയ്യുന്നതൊന്നും ഒരിക്കലും മറന്നു പോകുന്ന അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടാലും ഇതെല്ലാം നിങ്ങളൊക്കെ ഞങ്ങളുടെ ഈ സാക്ഷ്യത്തിന് ഭാഗഭാക്കുകളായതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ പേരുകളെ എനിക്ക് പറയേണ്ടി വരുന്നത്. കാരണം കർത്താവിന്റെ വേലയിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും തന്നാൽ അവന് പ്രതിഫലം കൊടുക്കാതെ പോകുന്ന ദൈവമല്ലല്ലോ നമ്മുടെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെയൊക്കെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേലയില് ഇവിടെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ജിൽമിൽ ആരംഭിച്ച വേല, അവിടെ നിന്ന് അനേക പ്രിയപ്പെട്ടവർ ആ സ്ഥലത്ത് കടന്നു വരുവാൻ കൊണ്ടിടയായി തീർന്നു. അനേക ഹിന്ദിക്കാര്, രോഗികളായിട്ടുള്ളവര്,
പ്രയാസം അനുഭവിച്ചവര്, കാണാതെ പോയവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ആ ദേശത്ത് ഭയങ്കര വ്യാപാര ശക്തി എന്ന് പറയുന്നത് അവിടെ മരണം നിശ്ചയമാ. ഒരു ദിവസമെങ്കിലും ആരെങ്കിലും ആർക്കെങ്കിലും ഒന്നും കൊന്നില്ലെങ്കിൽ അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ മരണദൂതൻ അവിടെ വിളയാടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്താണ് കർത്താവ് ഞങ്ങളെ അയച്ചത്. ഞങ്ങൾ ചെന്ന് കാൽ വെച്ചപ്പോൾ ആമേൻ അവിടുത്തെ പൈശാചിക മേഖലകൾ ഇളകി മാറുവാൻ കൊണ്ടിടയായി തീർന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നത്. അനേക കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ബാഗിന്റെ അകത്ത് വസ്ത്രവുമായിട്ട് പോകും. 13-14 വയസ്സ് കഴിയുമ്പോൾ അവർ ഭവനം വിട്ട് അവരുടെ ജീവിത സഹിയെ കൂട്ടിക്കൊണ്ട് അവര് സ്കൂളിൽ നിന്ന് പോകുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണുവാനിടയായി തീർന്നു. അങ്ങനെ അനേക കുഞ്ഞുങ്ങൾ മദ്യത്തിന്, മയക്കുമരുന്നിന്, വെട്ടും കുത്തും കൊല്ലും കൊലയും മാത്രമായി ആ ഗലികളിൽ എന്നും എന്തോ കരച്ചിലിന്റെ സ്വരം മാത്രമേ ഉള്ളൂ. നമുക്ക് പറയാം, റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു മരണത്തിന്റെ വിളയാട്ടം തന്നെ നടന്നിരുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് ഒരു വലിയ പരിഹാരം അയക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ ദേശത്ത് നിന്ന് വേറൊരു കുടുംബവും രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. അവരുടെയൊക്കെ സ്നേഹമാണ് ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ അവരോട് കാണിച്ച സ്നേഹത്തെയാണ് അവർ അക്സെപ്റ്റ് ചെയ്തത്. ആ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ഞാൻ ചേർത്ത് പിടിച്ചു നിർത്തി അവരുടെ തലയിൽ നെറ്റിയിൽ ഉമ്മയൊക്കെ വെച്ച് അവരെ ചേർത്ത് നിർത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പൊ അവർക്ക് ഭയങ്കര അതിശയം, ദൈവമേ ഇന്ന് വരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും കരഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും പ്രാർത്ഥിച്ചിട്ടില്ല, ഞങ്ങളെ ആരും ചേർത്ത് നിർത്തിയിട്ടില്ല, ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കർത്താവിന്റെ സ്നേഹമാ, അതുകൊണ്ടാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞു ഞങ്ങൾക്കും ആ സ്നേഹം വേണം, ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടാ ദാഹിച്ചിരിക്കുന്നത്. ആരും ഞങ്ങളെ സ്നേഹിക്കാനില്ല, ആരും ഞങ്ങളെ ചേർത്ത് നിർത്താനില്ല, ഞങ്ങൾ കരയുമ്പോൾ ഞങ്ങളുടെ കൂടെ ആരും കരയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരുടെ ഭവനത്തിൽ ചെന്നു. ആ കുഞ്ഞുങ്ങൾ കർത്താവിനെ സ്വീകരിക്കുവാൻ, ആ കുടുംബം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനൊക്കെ ഇടയായി തീർന്നു. ആ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവൾ ഇന്ന് വിവാഹിതയായി. ഞങ്ങൾ അവളെ വിവാഹം കഴിച്ചു വിട്ട് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് അവളാണ്. ക്രിസ്തുവിൽ ജനിപ്പിച്ച ആദ്യത്തെ കുഞ്ഞ് പ്രീതി എന്ന് പറയുന്ന കുഞ്ഞാണ്. അവളെ ഞങ്ങളെ വിവാഹം കഴിപ്പിച്ച് കാൺപൂർ എന്ന സ്ഥലത്താക്കിയിരിക്കുന്നു. കർത്താവിന്റെ വേലയിൽ അവരും ആയിരിക്കുന്നു. ദൈവം അവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഇതെല്ലാം കർത്താവ് ചെയ്തു തന്നുവെങ്കിലും നമ്മളൊക്കെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന നമ്മളൊക്കെ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങള്, പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, പലപ്പോഴും നിന്ദകള്, പരിഹാസങ്ങള്, പൗലോസ് പറയുന്നത് പോലെ കൂട്ടുകാരാലുള്ള ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, അങ്ങനെ പലവിധമാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇതൊന്നും പറയാൻ നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല. മറ്റുള്ള നമ്മുടെ സഹോദരങ്ങളോടോ നമ്മുടെ സ്വന്തം വീട്ടുകാരോടോ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ വിശ്വാസികളോടോ ഒന്നും പറയാൻ പറ്റാത്ത അനേക പ്രതിസന്ധികള് വളരെ അതിനെന്താന്ന് പറയുന്ന തിക്താനുഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു വന്നവരാ. ശുശ്രൂഷകന്മാരോടുള്ള നിലയ്ക്ക് നമ്മൾ അനുഭവിക്കുന്ന വേദനകളെ, വ്യഥകളെല്ലാം അറിയുന്ന ഒരു കുടുംബം മാത്രമേ ഉള്ളത്, സ്വർഗീയ കുടുംബമാ. ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിനും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. നമ്മളൊക്കെ ഒരു മുറിയിൽ അടയ്ക്കപ്പെട്ട അനേക കണ്ണുനീര് വാർത്ത സഹോദരങ്ങളാ നമ്മളെല്ലാവരും. കണ്ണുനീരിന് മാത്രം ലോകക്കാര് വില കൽപ്പിക്കാറില്ല, അല്ലേ? നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസിനെ പ്രകാരം പറയുകയുണ്ടായി, കണ്ണുനീരിന് മാത്രം വില കൽപ്പിക്കാത്തത് മനുഷ്യരാ. നമ്മൾ കരഞ്ഞ് ഒരു കട്ടോരിക്കകത്ത് കണ്ണുനീരുമായിട്ട് ഒരു കടയിൽ ചെന്നാൽ, ഞാൻ എന്റെ കണ്ണുനീര് ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ ഇതിനനുസരിച്ച് എനിക്ക് അല്പം അരിയും സാധനവും തരാൻ പറഞ്ഞാൽ അവര് നമ്മളെ എവിടെ നിന്ന് ഓടിക്കും. റേഷൻ കടക്കാരനെടുത്ത് ചെന്നാലും അവര് നമ്മളെ ഓടിക്കും. എന്നാൽ ഹല്ലേലൂയ, കരയുന്നവന്റെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെച്ചിട്ട് അതിന് പ്രതിഫലത്തെ തരുന്ന ഒരു കർത്താവ്, കണ്ണുനീരിന് വില കൊടുക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരഞ്ഞ എല്ലാ വിഷയത്തിനും ഇന്നും ഞാൻ മറുപടി അനുഭവിച്ചു കൊണ്ടിരിക്കും. എന്റെ ജീവിതത്തില് എന്നെ ഞാനാക്കി മാറ്റി എന്റെ കർത്താവ്. എന്റെ ജീവിതത്തിൽ അനേക എൻകൗണ്ടറുകൾ ഉണ്ടായിട്ടുണ്ട്. ദൈവവുമായിട്ട് ഞാൻ ഭയങ്കര മല്ലുപിടുത്തം നടത്തിയിട്ടുണ്ട്. പല രാത്രികളില്, പല പകലുകളിൽ ഞാൻ കർത്താവിനോട് മല്ലു പിടിച്ചിട്ടുണ്ട്.
എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആമേൻ, തിരുവചനം വായിക്കുമ്പോൾ ആമേൻ, ഇന്ന് കാണുന്ന ശുശ്രൂഷകളല്ല, കർത്താവ് ചെയ്തൊരു ശുശ്രൂഷയുണ്ടല്ലോ, അപ്പസ്തലന്മാര് ചെയ്തൊരു ശുശ്രൂഷയുണ്ടല്ലോ. വചനം വായിച്ചു വരുമ്പോൾ അതിന്റെ പൊരുളുകളെ മനസ്സിലാക്കി, അപ്പച്ചൻ എന്താണോ ചെയ്തത്, എന്റെ യേശുപ്പച്ചൻ എന്താണോ ചെയ്തത്, അത് മാത്രം ചെയ്ത് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ സഭ ആരംഭിച്ചപ്പോൾ ഞാൻ അന്നും ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, ആദിമ നൂറ്റാണ്ടിലെ സഭ എങ്ങനെയായിരുന്നു? ആമേൻ, 1-ാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയായിരുന്നു? അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷമുള്ള സഭ എങ്ങനെയാണോ വളർന്നു വന്നത്, അതേപോലൊരു സഭ ആമേൻ ഈ പട്ടണത്തിൽ കർത്താവ് സ്ഥാപിച്ചെടുക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വിശുദ്ധിയും നിർമ്മലതയും ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളും മനസ്സിലാക്കുന്ന ഒരു സഭയെ കർത്താവ് വാർത്തെടുക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു എന്റേത്. എന്നാൽ അതെല്ലാം സാധ്യമാകാൻ എന്നെ കർത്താവിനൊന്ന് കൈ കിട്ടാൻ ഒത്തിരി സമയമെടുത്തു. അതിന് ആഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ. എന്നാൽ ഹാലിലെ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പലപ്പോഴും തെറ്റിയൊഴിഞ്ഞു പോകാറുണ്ട്. നമ്മളെല്ലാം ശുശ്രൂഷയിലാണ്, നമ്മളെല്ലാം ജീവിക്കുന്നത് കർത്താവിന്റെ വേലയ്ക്കാണെങ്കിൽ പോലും പലപ്പോഴും പിടിച്ചാൽ കിട്ടാത്തൊരു സംഗതി ഉണ്ട്. അത് നമ്മുടെ മൈൻഡും നമ്മുടെ മനസ്സുമാ. ഹല്ലേലൂയ. സാക്ഷാൽ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ, യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ, നമ്മുടെ മൈൻഡും നമ്മുടെ മനസ്സും കർത്താവിന് വിട്ടുകൊടുത്താൽ അവൻ നമ്മുടെ ശരീരത്തെ വഴക്കിക്കൊണ്ടുവരും. ഹല്ലേലൂയ. ഈ മണ്ണാകുന്ന ശരീരത്തിന് കർത്താവിന് പണിയാൻ പറ്റും. പക്ഷേ നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണത്തെ, നമ്മുടെ ഇന്നർ മനുഷ്യനെ ഒന്ന് പണിതെടുക്കാൻ കർത്താവിന് ഭയങ്കര പാട്. അതിന് ഒത്തിരി സമയമെടുക്കേണ്ടതായിട്ട് വന്നു. നീണ്ട 16 വർഷം എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവ് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കർത്താവിന്റെ കയ്യിൽ ഒരു ഇണങ്ങിയ ആയുധമായി തീരുവാൻ കർത്താവിന് എന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇത്രയും വർഷം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളില് എന്റെ ജീവിതത്തിൽ അനേക സംഭവങ്ങളുണ്ട്. അതിനുശേഷം 2014 എന്റെ രണ്ടാമത്തെ കുഞ്ഞ് കൺസീവ് ആകുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും. കർത്താവുമായി ചില എൻകൗണ്ടറുകൾ ഉണ്ടായെന്ന് പറഞ്ഞു. 1-2 ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി ഒന്ന് പറഞ്ഞിട്ട്. ഓക്കെ. കർത്താവ് നടത്തിയ എൻകൗണ്ടർ എന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു, എനിക്ക് എന്റെ അപ്പച്ചൻ ഞാൻ തെറ്റ് ചെയ്താൽ എന്നെ അടിക്കണം, എനിക്കത് മനസ്സിലാക്കി തരണം. ഞാൻ എന്ത് തെറ്റാ ചെയ്യുന്നതെന്ന് അപ്പച്ചന് വിരോധമായിട്ടോ, വചനം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം, അവർ പറയുന്നത് പോലെ ചെയ്യണം. അത് ചെയ്തില്ല എങ്കിൽ എനിക്ക് തല്ല് വേണം, കാരണം ഞാൻ അങ്ങയുടെ വചനം അനുസരിക്കുന്നു എന്ന് എനിക്ക് തിരിച്ചറിയണം. എന്നെ അപ്പച്ചൻ ശിക്ഷിച്ച് തന്നെ എന്നെ വളർത്തണമെന്ന് ഞാൻ അപ്പച്ചനോട് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തില് ഞാൻ എന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ കൺസീവ് ആയ സമയത്ത് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം അച്ഛൻ ഒരു മീറ്റിങ്ങിന് രാവിലെ കടന്നു പോകാനിടയായി തീർന്നു. അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പെട്ടെന്ന് തന്നെ കുളിച്ച് ഒരുങ്ങി രാവിലെ ഒരു 9 മണിയൊക്കെ ആയി കാണുമായിരിക്കും സമയത്ത്, ഇതുങ്ങളെ നാട്ടിൽ നിന്ന് വന്ന സമയമായതുകൊണ്ട് നാട്ടിലത്തെ കാലാവസ്ഥ, ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. എന്നാലും പിള്ളേർക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി. അപ്പം ഞാൻ ആ സമയത്ത് പെട്ടെന്ന് ഞാൻ കുളിച്ചെല്ലാം ഒരുങ്ങി നിന്നു. കുഞ്ഞുങ്ങളെ എണ്ണയെല്ലാം തേപ്പിച്ചിട്ട് ഞാൻ നിർത്തിയിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചു. വെള്ളം അതങ്ങ് തിളച്ചുപോയി. ആ സമയത്ത് ഞാൻ അടുക്കളയിലെ കുറെ പാത്രങ്ങളെല്ലാം കഴുകി അതെല്ലാം വൃത്തിയാക്കിയതിനു ശേഷം ഞാൻ തിളച്ച വെള്ളവുമായിട്ട് വന്നപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ ബാത്റൂമിൽ കയറി ഈ ട്രെയിനിൽ നിന്ന് കൊണ്ടുവന്ന പേപ്പർ സോപ്പുകളെല്ലാം ഇങ്ങനെ വെള്ളത്തിന്റെ അകത്ത് കലക്കി അവർ ആ ബാത്റൂമിൽ നിറച്ച് പതയാക്കിയിട്ടിരുന്നു. ഞാൻ കയറി ഈ തിളച്ച വെള്ളവുമായിട്ട് കയറി ചെന്നു. ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ്, കുഞ്ഞുങ്ങളെ ഞാൻ പെട്ടെന്ന് ഇറക്കി. ഞാൻ പറഞ്ഞു, ഞാൻ ചൂടുവെള്ളം കൊണ്ട് വരികയാണ്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അവരെ പുറത്തേക്ക് ഇറക്കിയിട്ട് ഞാൻ ഈ തിളച്ച വെള്ളവും കൊണ്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് എന്റെ ഞാൻ ആദ്യം എടുത്തു വെച്ച കാല് സ്ലിപ്പായി പോയി. ആ വെള്ളവും രണ്ടാമത് എടുത്തു വെച്ച കാലും സ്ലിപ്പായി പോയി. അങ്ങനെ ആ വെള്ളം മുഴുവൻ എന്റെ ദേഹത്തേക്ക് വീഴുവാൻ, തിളച്ച വെള്ളം എന്റെ കാലിന്. ഞാൻ അന്ന് ചുരിദാർ പാൻറ്റായിട്ടിരുന്നത്, അപ്പം അത് ഊരാൻ ഒത്തിരി പാടാ. ആ സമയത്ത് എന്റെ വലത് കാലിന്റെ യാക്കോബിന്റെ അകന്തൊട പിടിച്ചു എന്ന് പറഞ്ഞതുപോലെ ആ വെള്ളം അതിന്റെ അകത്ത് തിങ്ങി നിന്നിട്ട് അവിടെ മുഴുവൻ വെന്തു പോകാനിടയായി തീർന്നു. അങ്ങനെ എന്റെ അരയ്ക്ക് കീപ്പോട്ട് ഞാൻ നോക്കിയപ്പോൾ ഇനി എന്നെ കൊണ്ട് ഒന്നിനും പ്രയോജനമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം എന്റെ പുക്കിളിന്റെ താഴെ ഭാഗം തൊട്ട് എന്റെ ഒരു കാലയിലേക്കും 2 കാലയിലേക്കും വീണു. പക്ഷെ എന്റെ ഒരു കാലയിലേക്ക് മുഴുവൻ ആ തിളച്ച വെള്ളം വീണിട്ട് ഞാൻ ഇവിടെ വീണു. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ഞാൻ പാൻറ് ഊരാൻ നോക്കിയിട്ട് എനിക്ക് ഊരാൻ പറ്റിയില്ല. കാരണം ഈ ചുരിദാർ ആയതുകൊണ്ട് പെട്ടെന്ന് ഊരാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഒരു വിധത്തിൽ ഞാൻ ഊരി
പെട്ടെന്ന് അച്ഛനെ ഫോൺ ചെയ്ത്, വിശ്വാസികളെ ഫോൺ ചെയ്തപ്പോഴത്തേക്കും അവര് വന്നപ്പോഴത്തേക്കും എന്റെ തുട മുഴുവൻ പൊള്ളി ഒരു പരിവായി. പെട്ടെന്ന് തന്നെ അത് കൊമളച്ചു വന്നു. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത്രേ പൊക്കത്തിൽ അത് കൊമളച്ചു വരുവാനിടയായി തീർന്നു. അന്ന് രാത്രിയിൽ കർത്താവ് എന്നോട് എൻകൗണ്ടർ ചെയ്തൊരു കാര്യമാണ്, ഞാൻ നിന്നെ ശിക്ഷിച്ച്, ഒരു ബാലനെ ശിക്ഷിക്കുന്നത് പോലെ ഞാൻ നിന്നെ ശിക്ഷിച്ചു വളർത്തും. അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. എന്റെ ഭവനത്തിൽ നിന്ന് കടന്നു വന്നപ്പോൾ എന്റെ സഹോദരനോട് എനിക്ക് എന്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം തോന്നിയിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് അതും ഇതും എല്ലാം പറയാനിടയായി തീർന്നു. അപ്പൊ ഒരാഴ്ച കൊണ്ടേ അച്ഛൻ പറയുന്നുണ്ട്, നീ അതെല്ലാം വിട്ടുകള, പോട്ടെ, സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് അംഗീകരിക്കാൻ പറ്റിയില്ല. ഞാൻ എന്റെ അപ്പച്ചനോട് പറഞ്ഞു, അതിനു മുമ്പൊക്കെ ഞാൻ പ്രാർത്ഥിക്കരുത്, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നെ അടിക്കണം, എന്നെ ശിക്ഷിക്കണം. അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ എന്റെ അപ്പന്റെ ശിക്ഷണത്തിലാണ് വളരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം 28 ദിവസം മാത്രമേ ഞാൻ എന്റെ കട്ടിലിൽ കിടന്നുള്ളൂ. കാല് പൊള്ളി വ്രണമായി കിടക്കുന്ന ഞാൻ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എന്നെ കൊണ്ടുപോയി എങ്കിൽ പോലും അവരത് പുറമേ കൂടെ ബാൻഡേഡ് എല്ലാം ഇട്ട് കെട്ടിവെച്ചു. അതൊന്നും കൂടി അങ്ങ് പഴുത്തു. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാ കേട്ടോ. എനിക്ക് വന്ന് ഭവിച്ചതെല്ലാം ദൈവം എന്നെ പണിയുന്ന കാര്യങ്ങളായിരുന്നു. അത് കഷ്ടമായിട്ടോ നഷ്ടമായിട്ടോ ഒന്നുമല്ല. കർത്താവ് എന്നെ ഓരോ ദിവസവും പണിത് കൊണ്ടുവന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിർമ്മല പാത്രമാക്കി നിർത്തണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് മാത്രമായിരിക്കും അങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അതിലൂടെ എനിക്ക് മനസ്സിലായി, കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സ് എങ്ങനെയാണോ, മറ്റുള്ളവരോടുള്ള മനോഭാവം എന്താണോ, എന്റെ മനോഭാവത്തെ പോലും കർത്താവ് മാറ്റിക്കളയുവാനിടയായി തരുന്നു. അങ്ങനെ ആദ്യത്തെ തെറ്റിന് എനിക്ക് ശിക്ഷ ലഭിക്കുവാനിടയായി തരുന്നു. അന്ന് അപ്പം തോന്നിയത് തന്നെ, കർത്താവിന് വേല നിമിത്തം നമ്മൾ വളരെ കഷ്ടം അനുഭവിക്കുക. പക്ഷെ അതിന്റെ പിന്നിലത്തെ കർത്താവിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അന്ന് രാത്രി എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷിച്ച് തന്നെ വളർത്തും, ഞാൻ നിന്നെ ശിക്ഷിച്ച് തന്നെ വളർത്തും. അതിനുശേഷം പല എൻകൗണ്ടറുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ദൈവത്തോട് മല്ല് പിടിക്കുവാനിടയായി തീർന്നു. കർത്താവെ, അനേക ദൈവദാസന്മാർ ആത്മനിറവിൽ ശുശ്രൂഷിക്കുന്നല്ലോ, അനേകര് ദർശനങ്ങളെ കാണുന്നല്ലോ, അനേകരുടെ സഭകളിൽ ദൈവപ്രവൃത്തി നടക്കുന്നല്ലോ, എന്തുകൊണ്ട് ഞങ്ങൾക്കത് കഴിയുന്നില്ല? അന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ അല്പസമയം എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാമോ, അന്യഭാഷകളിൽ എന്നോട് സംസാരിക്കാമോ, 10 മിനിറ്റ് മതി എന്റെ കൂടെ അന്യഭാഷയിൽ എന്നോട് തിരുമി ഇരിക്കാമോ എന്ന് ചോദിച്ചു. അത് കൊറോണയുടെ സമയത്ത് മുമ്പായിരുന്നു. ആന്റി എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ആ എൻകൗണ്ടറുകൾ ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ കർത്താവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, 10 മിനിറ്റ് ആത്മാവിന്റെ ഭാഷയിൽ എന്നോട് കൂടെ ഇരിക്കാമോ, പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാം. 12 മണി മുതൽ 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി കർത്താവേ, ഞാനത് ചെയ്യാൻ തയ്യാറാ. എന്റെ വീടിന്റെ സാഹചര്യങ്ങളൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ, എന്നാൽ എനിക്ക് 12 മണിക്കാവുമ്പോൾ ഇരിക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം, ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനങ്ങളാണ് എന്റെ ജീവിതത്തിൽ വരുത്തിയത്. എന്തെന്നാൽ ഞാൻ എന്റെ ഇന്റിമസി എന്റെ കൂട്ടുകാരി ചേച്ചിയുണ്ട്. അവരും കർത്താവിന്റെ പേരിൽ ഏജി ചർച്ചിലെ ദിൽഷാദ് ഗാർഡനിലായിരിക്കുന്നു. ഞാൻ എന്റെ ചേച്ചിയോട് പറഞ്ഞു, അന്ന് ചേച്ചി ജോലി ചെയ്യുന്നു, ഇന്ന് ജോലി ചെയ്യുന്നു, ചേച്ചിക്ക് സമയം കിട്ടുമോ, എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു, അല്പസമയം അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പറ്റുമോ, നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറഞ്ഞു. ചേച്ചി പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയിട്ട് ദാഹിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ, അപ്പം ചേച്ചിക്ക് 12 മണിക്ക് ഇരിക്കാൻ പറ്റുമോ? അന്നേരം ചേച്ചി പറഞ്ഞു, 12 മണിക്ക് നമുക്ക് ഇരിക്കണ്ട, നമുക്കൊരു 10 മണിയാകുമ്പോൾ ഇരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അന്യഭാഷയിൽ 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് വർഷങ്ങളോളം 3.5 വർഷക്കാലം അത് മണിക്കൂറുകളായി. 10 മണി എന്ന് പറയുന്നത് ഞങ്ങൾ എക്സാക്ട് 10 മണിക്ക് ഇരിക്കും, 12 മണിയാകും, ചിലപ്പോൾ 11:30 1 മണിയായി. അങ്ങനെ പല സമയങ്ങളിൽ കർത്താവ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചു. അന്ന് എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങളെ ദൈവാത്മാവ് പഠിപ്പിച്ചു. അന്നാണ് യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരം. കർത്താവ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു തുടങ്ങിയതുപോലെ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ ഇത് പോയി പ്രസംഗിപ്പിൻ. അങ്ങനെ അനേക മാനസാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായി ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ മാറിയതോടുകൂടി എന്റെ കുടുംബം മാറി, എന്റെ കുഞ്ഞുങ്ങൾ മാറി. അങ്ങനെ പല അനുഭവങ്ങൾ ആ എൻകൗണ്ടറിലൂടെ ആ രാത്രികാലങ്ങളിൽ ഇരുന്ന് അനേകരുടെ ജീവിതത്തിന് വലിയ വ്യതിയാനങ്ങളൊക്കെ വരുത്തുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേര് ചേർന്നത് ഞങ്ങള് 7 പേരായി, 11 പേരായി. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക സഹോദരങ്ങള് ഞങ്ങളോട് ഒരുമിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനും തമ്മിൽ പ്രബോധിപ്പിക്കണമെന്ന ഒരു വചനമുണ്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചും തമ്മിൽ പ്രബോധിപ്പിച്ചും അങ്ങനെ വചനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് ധൈര്യം പകർന്നു വചനം പഠിക്കുവാൻ. കർത്താവ് ഞങ്ങളോട് ഒരു പ്രാവശ്യം പറഞ്ഞു,
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അകത്ത് ഇപ്രകാരമുണ്ട്, ഞാൻ നിങ്ങളെ 3.5 വർഷക്കാലം ആമേൻ അവരെ പഠിപ്പിച്ച ആ 3 സഹോദരങ്ങളെ രാജാവിന്റെ പാനപാത്രവാഹകരായിട്ട് കൊണ്ടുവന്നവർ, അവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി പരിശുദ്ധാത്മാ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെയും ഞാൻ ഇതേപോലെ എന്റെ പാദപീഠത്തിൽ ഇരുത്തി പഠിപ്പിക്കും. അതിനുശേഷം പുതിയ നിയമത്തിൽ ഒരു റെവലേഷൻ കർത്താവ് തന്നത്, ദാനിയേലിന്റെ പുസ്തകം ഞങ്ങൾ വായിച്ചു തീർത്തപ്പോൾ പരിശുദ്ധാത്മ അസാധാരണമായ ജ്ഞാനമണ്ഡലങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയങ്ങളിലെല്ലാം ഒരു പ്രത്യേക നിയോഗത്തിലൂടെ ഞങ്ങളെ നടത്തുവാനിടയായി തീർന്നു. ആ സമയത്ത് അനേക വിശ്വാസികൾ വരികയും പോകുകയും ഹിന്ദിക്കാർ സൗഖ്യം പ്രാപിക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം കർത്താവിന്റെ ഒരു കൃപയായിട്ട്, കർത്താവിന്റെ നിയോഗം പോലെ ഞങ്ങൾ അനേക ഗാവുകളിൽ, യുടെ ഡൽഹി പട്ടണത്തിന്റെ ഒരു ബോർഡറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, UP ഗാസിയാബാദ് ബോർഡറുകളിലാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് അനേക ഗാവുകളിൽ പോയി അനേകരോട് സുവിശേഷം പറയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ സൗഖ്യമാക്കുവാനും എല്ലാം കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നു. അതെല്ലാം ആ രാത്രി പ്രാർത്ഥനകളുടെ ആത്മാവിൽ പ്രാർത്ഥിച്ചതിന്റെ ഒക്കെ ഒരു വലിയ പരിണിത ഫലമായിരുന്നുവെന്ന് കർത്താവ് ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങള് എന്റെ ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയാം. കാരണം സിസ്റ്റർ ഒരു മിനിറ്റ്, സിസ്റ്റർ പറഞ്ഞല്ലോ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മാനസാന്തരം, യോഗനാസ്നാമം പറഞ്ഞൊരു മാനസാന്തരം ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ദൈവമക്കളാണ്, ഒരിക്കൽ മാനസാന്തരപ്പെടുന്നുണ്ട്, ഡെയിലി മാനസാന്തരപ്പെടണം. ദൈവാത്മാവ് എന്തിൽ നിന്നൊക്കെ എങ്ങനെയുള്ളൊരു മാനസാന്തരമാണ് സിസ്റ്ററിന്റെ ജീവിതത്തിൽ തന്നത് പറയാമോ, വ്യക്തിപരമായ ജീവിതം? ഓക്കെ. അന്ന് വരെയൊക്കെ നമ്മള് മാനസാന്തരപ്പെട്ടുവെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒന്നിലും മാനസാന്തരപ്പെട്ടിട്ടില്ലായിരുന്നു. നമ്മൾ പുറമേയുള്ള മാനസാന്തരങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. 1-2 എക്സാമ്പിളുകൾ ഒന്ന് പറഞ്ഞിട്ട് എന്ത് വ്യത്യാസമാണ്? ഓക്കെ, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മൈൻഡിന് വ്യത്യാസം വന്നില്ല. നമ്മൾ മറ്റുള്ളവരെ കാണുന്നതിലുള്ള വ്യത്യാസം വന്നില്ല. പാപികളെ ചേർത്ത് നിർത്തുന്നതിൽ നമുക്ക് വ്യത്യാസം വന്നില്ല. നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിലോ നമ്മുടെ ജോലിയിൽ നമ്മൾ അതിലൊന്നിനും ഒരു വ്യത്യാസം വന്നില്ല. നമ്മള് ഒരു പാരമ്പര്യക്കാരെന്ന പോലെ ഞാൻ കത്തോലിക്ക സഭയിൽ പോയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. കുർബാനയ്ക്ക് പോകുമ്പം അവിടെയുള്ള ഭക്തി മാത്രമേ ഉള്ളൂ, പുറത്ത് വരുമ്പോൾ നമ്മൾ വേറെ മനുഷ്യരാണ്. പെന്തക്കോസ്ത് സമൂഹത്തിൽ ഞാനൊരു ശുശ്രൂഷയായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥന കഴിയുമ്പോൾ ആരാണെന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. അതിനെല്ലാം എന്റെ ജീവിതത്തെ എന്റെ വാക്കുകള്, എന്റെ പ്രവൃത്തികളൊക്കെ എന്റെ കുടുംബത്തിലുള്ളവരോട് ചോദിച്ചാൽ അറിയാം, എന്റെ അച്ഛനോട്, എന്റെ മക്കളോട് ചോദിച്ചാൽ അറിയാം. നമ്മുടെ ആദ്യത്തെ സാക്ഷ്യം പറയേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ളവരാ. ആ സമയത്തൊക്കെ പറയും, എന്റെ ലിസി, നീ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം, നീ ഏത് സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് നിന്നെ സഹിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പറ്റത്തില്ല. മമ്മി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാ. കാരണം മമ്മി എഴുന്നേറ്റാൽ ഞങ്ങൾക്ക് ഇവിടെ സമാധാനം ഇല്ലെന്ന് അവര് പറയുന്നത്. പഠിക്ക്, ഒച്ച, ബഹളം എല്ലാം മമ്മി മുഖാന്തരം ഇവിടെ കുടുംബമാകപ്പാടെ അന്തരീക്ഷത്തിന് വളരെ പൊല്യൂട്ടഡ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം നമ്മൾ ആ ഒരു മൈൻഡിൽ വളർന്നു വന്നതുകൊണ്ട് നമുക്കറിയാം. കാരണം എന്ത് കാര്യത്തിനും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കത്തില്ലെന്നുള്ള ചിന്തയായത്. അതുകൊണ്ട് അതിനെല്ലാം കർത്താവ് ഒരു വ്യത്യാസം വരുത്തി. ഞാൻ സൈലന്റ് ആയപ്പോൾ ഇവിടെ എല്ലാത്തിനും ഒരു വ്യത്യാസം ഉണ്ടായി. ഞാൻ എന്റെ ജീവിതത്തിൽ, എന്ന് പറഞ്ഞ എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ, ഞാൻ എന്റെ കാര്യം പറയാം. എന്റെ കുടുംബത്തിൽ ഒരു കാര്യം പോലും, എനിക്ക് ആഹാരം ഉണ്ടാക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. കാരണം ഞാൻ ജോലി ചെയ്ത് നടന്നപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി തന്ന് കഴിച്ചിരുന്ന ഒരു കൊച്ചായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് ആഹാരം ഉണ്ടാക്കി ആരെങ്കിലും തന്നാൽ ഞാനത് കഴിക്കും. പിന്നെ കഴിക്കണമല്ലോ എന്ന് ഓർത്തോണ്ട് മാത്രം അന്നേരം പോയി ഉണ്ടാക്കുന്നൊരു സ്വഭാവമായിരുന്നു എനിക്ക്. എന്നാൽ ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ പരിവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു. ഉച്ചയ്ക്കുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ സമയം കണ്ടെത്തി പ്രാർത്ഥിച്ച്, ബൈബിൾ വായിച്ച്, അനേകരോട് സംസാരിച്ച്, ഫോണിലൂടെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്റെ ജീവിതം, എന്റെ ലൈഫ് ഏതാണ്ട് ജോളി പോലെ ആയിപ്പോയി. കാരണം കൊറോണയുടെ സമയത്ത് എനിക്ക് വേറെ ഒന്നിനും സമയമില്ല. എനിക്ക് എല്ലാത്തിനും ഭയങ്കര തിടുക്കമായിരുന്നു. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സമയത്ത് എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, എന്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക, എന്റെ കുഞ്ഞുങ്ങളെ നോക്കുക, അവരെ പഠിപ്പിക്കാനും സമയം ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിനും എനിക്ക് സമയം ഉണ്ടായിരുന്നു. വേറെ ഒരു കാര്യം, ഒരു കുറ്റം പറയാൻ, ഒരു കുറവ് പറയാൻ, ആരുടെ ഒരു കാര്യം കേൾക്കാനോ എനിക്ക് സമയം.
അങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് അന്നേരം പറഞ്ഞു, നീ ഇത് മാത്രം ചെയ്താൽ മതി എന്റെ പ്രിയ മോളെ എന്ന് എന്റെ ഹസ്ബൻഡ് എന്നോട് പറയുമായിരുന്നു. നീ ഇങ്ങനെ ജീവിച്ചാൽ ഞങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. അങ്ങനെ എന്റെ ജീവിതത്തില് എന്തുവാ, നമുക്കറിയാലോ, നമ്മളൊരു മാതാവും നമ്മളൊരു ഭാര്യയും നമ്മളൊരു സഹോദരിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒച്ചയെടുക്കാതെ ഒരു കാര്യം വീട്ടിൽ നടക്കത്തില്ല എന്നുള്ള ചിന്തയാ നമുക്ക്. പക്ഷേ കർത്താവ് അതിൽ നിന്നെല്ലാം ഒരു വലിയ വ്യത്യാസം എന്റെ ജീവിതത്തിലൂടെ എന്നെ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആഹാരം ഉണ്ടാക്കാനാണെങ്കിലും എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. എന്നാല് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ആഹാരങ്ങളെല്ലാം ഈ ഇന്നലെയും കൂടെ ഞങ്ങൾക്ക് കൂടെ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ദേവദാസ് പറയും, നല്ല സാമ്പാറായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വയറ് നിറച്ച് ആഹാരം കഴിച്ചെന്ന്. ഞാൻ ഒരിക്കലും എന്റെ അച്ഛൻ വേറെ വീടുകളിലൊക്കെ പാസ്റ്റേഴ്സുമാരുടെ ഭാര്യമാരുടെ അവരുണ്ടാക്കിയ സാമ്പാർ നല്ലതായിരുന്നു, അവരുണ്ടാക്കിയ കറി നല്ലതായിരുന്നു, അവരുണ്ടാക്കിയ പായസം നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ മാറ്റിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റിക്കഴിഞ്ഞാൽ, അവന്റെ ജീവിതം മാറ്റിക്കഴിഞ്ഞാൽ, അവന്റെ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ, ആമേൻ, അവന്റെ നിലവുകളെ മാറ്റിക്കഴിഞ്ഞാൽ, ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവാ നമ്മളിൽ പരിവർത്തിക്കുന്നത്. അവൻ ടോട്ടലി ചേഞ്ച് ആയിത്തീരും. ഞാൻ എന്റെ ഒരു അനുഭവം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇസ്രായേലിനെ കുറിച്ചൊരു മെസ്സേജ് കേൾക്കുവാനിടയായി തീർന്നു. അതൊരു ചരിത്ര സംഭവമാണ്. ഇസ്രായേലികളെ ഇറക്കിവിട്ട യഹൂദന്മാരെല്ലാം ഓടിച്ചു കളഞ്ഞ ഒരു കാലഘട്ടത്തില് തുർക്കികൾ അവിടെ അഭയം പ്രാപിച്ചിട്ട് അവരവരുടെ രാജ്യം സ്ഥാപിക്കുവാനിടയായി തീർന്നു. പക്ഷെ അവരവിടെ എത്രത്തോളം പണിയെടുത്തിട്ടും അവിടെ ഒന്നും ഉണ്ടാകുന്നില്ല. മുള്ളും പറക്കാരെയും അല്ലാതെ ആ ദേശത്ത് ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ചരിത്ര സംഭവത്തെ കുറിച്ച് ഒരു ദേവദാസിനെ ഇങ്ങനെ ക്ലാസ് എടുക്കുകയുണ്ടായി. ഞാനത് കേട്ടപ്പോൾ ഞാൻ ഞടുങ്ങിപ്പോയി. അപ്പോൾ ഈ തുർക്കികൾക്ക് ഒരു പ്രയോജനം ആ മണ്ണിൽ നിന്ന് ലഭിക്കുന്നില്ല. ഇസ്രായേലിന്റെ സ്വന്തം നാടായ ആ ദേശത്ത് നിന്ന് അവരെ അടിച്ചോടിച്ചിട്ട് ഇവരവിടെ വന്ന് ബിസിനസ് നടത്താം, അത് ഇത് ചെയ്യാന്നൊക്കെ ഓർത്ത് വന്നതാ. പക്ഷെ അവർക്കൊന്നും സാധ്യമാകുന്നില്ല. അപ്പോൾ ഇത് കണ്ടറിഞ്ഞ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദന്മാർ എന്ത് ചെയ്തു? ആമേൻ, അവർ ആ സ്ഥലം, അവരുടെ സ്വന്തം സ്ഥലം വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ആമേൻ അവരവിടെ വന്നു. അവർ വന്ന് പാദം ചവിട്ടിയതും ആമേൻ, ആ ദേവദാസൻ പറയുക, മണ്ണിന്റെ ഗതി മാറി, കാറ്റിന്റെ ഗതി മാറി, വെള്ളത്തിന്റെ നിറം മാറി. ആമേൻ, ആ സ്ഥലം ഫലഭൂയിഷ്ടമായി തീർന്നു. ആമേൻ, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇന്ന് ലോകത്തിൽ ഇല്ലാത്ത 3000 പരം സ്പീഷ്യസുകള്, ഫലഭൂയിഷ്ടമായ ഫ്രൂട്ട്സുകൾ ആ ദേശത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്ന്. ആമേൻ, ഞാൻ അപ്പോൾ ഓർക്കുകയായിരുന്നു, എന്നിൽ ദൈവത്തിന്റെ ആത്മ, ഞാൻ എന്റെ കർത്താവിന്റെ കവനത്തിലേക്ക് വന്നപ്പോൾ എന്റെ ജീവിതത്തിൽ ദൈവം ഫ്രൂട്ട്ഫുൾ ആക്കിയെന്നാണ് എനിക്ക് ഇന്ന് പറയാനുള്ള സാക്ഷ്യം. അത് ഈ ഒരു മാസത്തെ ഒരു എൻകൗണ്ടറും കൊണ്ടാകട്ടോ ഞാൻ ഇതെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞത്. ഈ സെപ്റ്റംബർ മാസം 6-ാം തീയതി ഞങ്ങൾ ഇവിടെ നിന്ന് ഗുജറാത്തിന് കടന്നു പോകാനായിട്ട് നമ്മുടെ ഒരു മിഷൻ വർക്ക് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാനും എന്റെ ഒരു കൂട്ടുകാരി പ്രീതി മോൾ എന്ന് പറയുന്ന ഒരു സിസ്റ്ററും അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് സെൽസൺ ലൂക്കോസ് എന്ന് പറയുന്ന പാസ്റ്ററും കൂടെ ഞങ്ങൾ ഗുജറാത്തിൽ അവിടെ ഒരു മിഷൻ വർക്കിന് കടന്നു പോകാനിടയായി. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. വളരെ പ്രയാസത്തോടെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെയുള്ള ദേവദാസൻ ഞങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ ഒരു ചർച്ചിൽ ചെന്നു. അവിടെ ആദിവാസികളുടെ ഒരു മേഖലയിൽ, അത് ഗുജറാത്തിന്റെ ബോർഡറും രാജസ്ഥാന്റെ ബോർഡറും കൂടെ ആയതുകൊണ്ട് അത് മൊത്തം ആദിവാസി മേഖലകളാണ്. അപ്പൊ ആ സഭയിൽ ഞങ്ങൾ കടന്നുപോയപ്പോൾ അവിടുത്തെ സ്ഥിതി വളരെ പരിതാപകരം. ആ ചർച്ച് അവിടെ പണിതിട്ടുണ്ട്, പക്ഷേ നമ്മുടെ റോഡൊക്കെ സോള് ചെയ്യത്തില്ല, സോളിങ് ഇട്ടേക്കുക ആ ചർച്ചിന്റെ അകത്ത്. കമ്പികളും കിഷ്ടികളും കട്ടകളെല്ലാം വെച്ചേക്കുക. ആ സോളിങ്ങിന്റെ പുറത്ത് വിരിച്ചിരുന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം തകർന്നു. നമ്മള് കേരളത്തിലുള്ളവരും ഡൽഹി താമസിക്കുന്നവരൊക്കെ എത്രയോ AC-ക്കകത്തും വളരെ വിശാലമായിട്ട് രാജകൊട്ടാരങ്ങളിലിരുന്ന കർത്താവിനെ ആരാധിക്കുന്നു. എന്നാല് അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങള് സോളിങ്ങിന്റെ പുറത്ത് അവരിരുന്ന് ആരാധിക്കുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചങ്ക് തകരുവാൻ. അവിടെ ദൈവം വലിയൊരു പ്രവൃത്തി ചെയ്തിട്ട് ഞങ്ങള് അവിടെ വചനങ്ങളെല്ലാം സംസാരിച്ച് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്തു. എന്റെ കൂടെ വന്ന സിസ്റ്ററാണ് വചനം ശുശ്രൂഷിച്ചത്. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വേറൊരു ഗാവില്, രാജസ്ഥാന്റെ ബോർഡറിന്റെ അകത്ത്, അവിടെ അന്ന് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഒരു ഗാവിന്റെ അകത്ത്, ഒരു രാജസ്ഥാനി വീടിന്റെ അകത്ത് ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാനുണ്ടായിരുന്നു. അവിടെ ആടും മാടും പശുവും എല്ലാം ഒരുമിച്ച്, ഒരു ആടുകളെല്ലാം ഒരു സ്ഥലത്ത് കെട്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാട്ട് വിരിച്ചിരിക്കുന്നു. ഇവിടുത്തെ കാട്ടറിയാമല്ലോ, ചെറിയ ചെറിയ കട്ടിലുകൾ, ഒരു 10 കട്ടിലുകൾ ഇങ്ങനെ വിരിച്ചിട്ട് ആ വീട്ടില് ഒരു മീറ്റിങ്ങിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളും കൂടെ ചെന്നപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങള് ആ വീട്ടില് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ചെന്നു. അന്ന് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ചെന്നതിന് ശേഷം അപ്പോൾ അന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഇവിടെ ഒരു ചെറിയ മീറ്റിംഗ്, അദ്ദേഹം ആ വീട്ടുകാര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു.
അന്ന് ആ വീട്ടില് ഒരു കുഞ്ഞ് വളരെ പ്രയാസത്തോടെ കഴിയുന്ന 12 വയസ്സുണ്ട് അവന്. പക്ഷെ അവന് ഫിക്സ് എന്ന രോഗം 15-16 ദിവസം കൂടുമ്പോൾ അവൻ ഇങ്ങനെ ഫിക്സ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വചനങ്ങളെല്ലാം ശുശ്രൂഷിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ആമേൻ, ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരുണ്ട്, ആമേൻ, പിശാചിന്റെ ചങ്ങലയ്ക്കകത്ത് കിടക്കുന്നവരുണ്ട്, ദൈവം ഇന്ന് രാത്രികാലം അവരെ വിടുവിക്കുമെന്ന് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ കുഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിന്റെ മേല് ആ പൈശാചിക വ്യാപാര ശക്തി മാറിപ്പോകുവാനിടയായി തീർന്നു. ആ കുഞ്ഞ് അപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ അവന്റെ മുഖഭാവം എല്ലാം മാറി വളരെ സന്തോഷത്തോടെ ഇരിക്കും. ഞങ്ങൾ പറഞ്ഞു, ഇനി നിനക്ക് ഈ രോഗമില്ല, നീ കുളിച്ച് മിടുക്കനായി നല്ല വസ്ത്രം എല്ലാം ധരിച്ച് നല്ല ഞങ്ങൾ എന്റെ കൂടി ഇരുത്തി ഞാൻ എന്റെ പാത്രത്തിൽ നിന്ന് അവന് വാരി കൊടുക്കുവാനിടയായി തീർന്നു. കാരണം ആ രോഗം എന്റെ കുഞ്ഞിനുണ്ടായിരുന്നു. 10 വർഷക്കാലം പിശാച് എന്നെ ദണ്ഡിപ്പിച്ച എന്റെ രണ്ടാമത്തെ കുഞ്ഞിന്, അവൻ ജനിച്ച 1.5 വയസ്സ് മുതൽ ഇവന് ഫിക്സ് ഉണ്ടാകാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിശാച് എന്റെ കുഞ്ഞുമായിട്ട് മല്ല് പിടിക്കുമായിരുന്നു. അങ്ങനെ പല 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 പ്രയാസങ്ങള് ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ മുമ്പിൽ സമയം തീർന്നു പോയത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ആമേൻ, 10 വർഷക്കാലം എന്നെ ദണ്ഡിപ്പിച്ച ഒരു ഭയത്തിന്റെ ആത്മാവ് എന്റെ കുഞ്ഞിനെ ഭരിച്ചിട്ട് അവന് ആമേൻ ഫിക്സ് അടിക്കുവാൻ ഇടയായിരുന്നു. 6 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ അങ്ങനെ ആമേൻ കുഞ്ഞ് 10 വയസ്സ് വരെ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഞാൻ 21 ദിവസം ഉപവാസം ഇരുന്നു, 40 ദിവസം ഉപവാസം ഇരുന്നു. അങ്ങനെ ഈ 40 ദിവസം ഉപവാസം ഇരുന്നപ്പോൾ എന്റെ 18ാമത്തെ ദിവസം എന്റെ കർത്താവിനോട് പറഞ്ഞു, ആമേ, സ്വർണ്ണ ഗ്ലൗസ് ഇട്ട് ഒരു ദർശനത്തിൽ ഞാൻ അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണ്ണ ഗ്ലൗസ് ഇട്ട് ഒരു കൈ കൊണ്ട് എന്റെ കുഞ്ഞിന്റെ ബ്രെയിൻ തുറന്നിട്ട് ആമേൻ അവന്റെ തലയ്ക്കകത്ത് നിന്ന് ഒരു കറുത്ത ചിപ്പ് എടുത്ത് മാറ്റിയിട്ട് ആമേ സ്വർണ്ണ നിറമുള്ള ഒരു ചിപ്പ് ആമേ കർത്താവ് അവന്റെ ബ്രെയിൻ്റെ അകത്ത് വെച്ചു. എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ അടച്ചു വെച്ചു. അന്നു മുതൽ ഇന്ന് വരെയും അവൻ ആ ഫിക്സ് വന്നിട്ടില്ല. ആമേ, ദൈവത്തിന് നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും പല അനുഭവങ്ങളുടെ കർത്താവ് എന്റെ ഭവനത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ഒരു ദിവസം എന്റെ കസിൻ സിസ്റ്റർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇവന് ഫിക്സ് അടിക്കാൻ തരുന്നത്. ആമേ, രാത്രി 1 മണി മുതൽ രാവിലെ 4 മണി വരെ എന്റെ കുഞ്ഞിന് ഫിക്സ് അടിച്ചു. ആ സമയത്തൊന്നും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാറില്ല. കാരണം ഒരു ദിവസം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇവനെയും കൂടെ ഹോസ്പിറ്റലിൽ പോയാൽ നിനക്ക് അവന്റെ ഡെഡ് ബോഡി മാത്രം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആമേ, പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചതുപോലെ തന്നെ മാത്രം ആമേ ദൈവത്തെ വിളിച്ചിറക്കിയതിന്റെ രാത്രികൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആമേ, പല രാത്രികൾ പല മണിക്കൂറുകൾ ദൈവവുമായിട്ട് ഞങ്ങൾ മല്ലിപ്പിടുത്തം നടത്തിയിട്ടുണ്ട് എന്റെ കുഞ്ഞിന് ഫിക്സ് വരുമ്പോൾ. ആമേ, അങ്ങനെ പല രോഗക്കിടക്കില് ആമേൻ പലപ്പോഴും ദൈവവുമായിട്ട് മല്ല് പിടിച്ച് ദൈവത്തിന്റെ വലിയ പ്രസൻസുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആമേൻ, ഇൻസ്റ്റന്റ് നടന്ന ഒരു കാര്യം ഞാൻ പറയാം. ആമേൻ, ഈ കഴിഞ്ഞ മാസത്തില് സെപ്റ്റംബർ, ഞാൻ പറഞ്ഞല്ലോ സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ ഗുജറാത്തിന് പോയി. അവിടെ ആ കുഞ്ഞിന് ആമേൻ വിടുതൽ കിട്ടി. അന്ന് രാവിലെ തന്നെ RSSകാർ ഇളകി വന്ന് ഞങ്ങളെ പോലീസിൽ പിടിച്ചുകൊണ്ടുപോയി. ആമേ, കുറെ ആൾക്കാർ വന്നിട്ട് ഇപ്പൊ തന്നെ നിങ്ങളെ അത് ചെയ്യും ഇത് ചെയ്യും ഇപ്പൊ പോലീസ് കയറ്റും. ഞാൻ പെട്ടെന്ന് അവരെ കണ്ടപ്പോ അവരുടെ ബഹളം കേട്ടപ്പോ ഞങ്ങൾ ആദ്യം ഒന്ന് പേടിച്ചു പോയി. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും ആ സിസ്റ്ററും കൂടെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് അവിടെ മൊത്തം കവർ ചെയ്തു. ഒരുത്തനും ഇങ്ങോട്ട് വരത്തില്ല, ഒരു ദുഷ്ടശക്തി ഇങ്ങോട്ട് അടുക്കത്തില്ല. ആമേ, ദൈവത്തിന്റെ സേനയെ ഞങ്ങൾ ആമേ ദൂതന്മാർ ഇറക്കി നിർത്തുന്നു എന്ന് പറഞ്ഞ് അവിടെ കർത്താവിന്റെ ദൂതന്മാരെ ഞങ്ങൾ അവിടെ ഇറക്കി. പോലീസ് സ്റ്റേഷൻ ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുത്തി. പക്ഷേ ഞങ്ങൾ അറിയാതെ തന്നെ അവിടെയുള്ള വിശ്വാസികളെ എല്ലാം മറ്റുള്ള ഞങ്ങളെ കൊണ്ടുപോയവര് ആമേ ഫോൺ ചെയ്ത് പറഞ്ഞ് അവിടെ ആ രാജസ്ഥാനിലുള്ള ആമേൻ മിഷൻ വർക്കിന്റെ ഒരു ചെയർമാൻ, അതായത് എന്തുവാ നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ചെയർമാൻ, അദ്ദേഹം ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ പെട്ടെന്ന് ഇവിടുന്ന് ഒരു സിനിമ കാണുന്നത് പോലെ ഒരു രാത്രി ഞങ്ങളെ ഒരു പകൽ മുഴുവൻ ഞങ്ങളെ ഇവിടെ നിർത്തി. നിങ്ങൾ ഇവിടെ വന്ന് മതപരിവർത്തനം നടത്തി. നിങ്ങൾ ആമേ അവരുടെ ഞങ്ങൾ രാവിലെ വെള്ളം കോരാൻ പോയായിരുന്നു. അവിടെ ഒരു കുളമുണ്ട്. അപ്പൊ ആ കുളത്തിൽ പോയി വെള്ളം കോരാൻ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവര് അവിടെ ഉള്ളവരെല്ലാം കംപ്ലൈന്റ് കൊടുത്ത് ഞങ്ങൾ ആ കുളത്തിൽ പോയി വിഷം കലക്കി. അങ്ങനെ ഞങ്ങൾ അനാവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു എന്ന് പറഞ്ഞാണ് അവർ ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തത്. എന്താണെങ്കിലും കർത്താവ് അതെല്ലാം നന്മയ്ക്കായി തീർത്തു. ആ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ ഇരുന്ന് ആ സമയം മുതൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നിടം വരെ ആത്മാവിൽ അന്യഭാഷയെ പ്രാർത്ഥിച്ച് അവിടെ ആ ദേശത്തിന് ഒരു റിലീസ് കർത്താവ് നൽകി തരും. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് ആമേൻ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ ഈ മതനിരോധന ബില്ലിനെതിരെ ദൈവത്തിന്റെ ആത്മാവ് കോടതികളോടൊക്കെ ഇടപെട്ടത് ആമേൻ ആത്മാവിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ അനുഭവിച്ചതാ. ആമേൻ, ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴത്തെ വിഷമം നമുക്കറിയാം. എന്നാൽ നമ്മുടെ എത്രയോ ദേവദാസന്മാരാ, നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവരാ മാസങ്ങളായി വർഷങ്ങളായി ആമേ കർത്താവിന്റെ നാമത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. ആമേൻ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും അവിടെയെല്ലാം ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ നിറവേറും. ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതിയുണ്ടോ അവിടെയെല്ലാം കർത്താവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യാം.
അതിനുശേഷം ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്ന് പറയാം. ആ പോലീസുകാർ ഞങ്ങളെ അവരുടെ ആ ബോർഡറിന്റെ അകത്തേക്ക് കൊണ്ടു നിർത്തിയിട്ട് വേറൊരു ടാക്സി വിളിച്ച് ഞങ്ങളെ പെട്ടെന്ന് പെരുമഴ പെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഈ സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ആൾക്കാരെ കടത്തിക്കൊണ്ട് പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ പെട്ടെന്ന് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നു. ഭയങ്കര ഡ്രാമാറ്റിക് കാര്യങ്ങളായിരുന്നു അവിടെ നടന്നത്. കർത്താവിന് മാത്രം മഹത്വം. ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല. ദൈവമായി എല്ലാം ചെയ്തത്. ഞങ്ങൾക്ക് വേണ്ടി ദൂതന്മാരെ ഇറക്കി, ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ഞങ്ങളെ ചോദ്യം ചെയ്യിപ്പിച്ചു. ഞങ്ങളെ അത് ചെയ്ത് ഇത് ചെയ്തു. പക്ഷേ അവർക്ക് ഞങ്ങളിൽ നിന്നൊന്നും പിടിക്കപ്പെടാൻ കഴിഞ്ഞില്ല. എന്റെ ഹിന്ദി ബൈബിൾ അവരുടെ വീട്ടിലിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ബൈബിൾ ഉണ്ടെങ്കിൽ അവർ നമ്മളെ പിടിച്ച് തീർച്ചയായിട്ടും ജയിലിൽ ഇടും. ഞങ്ങൾ ആ ബൈബിള് ഒരു ചാക്കിന്റെ അകത്ത് കെട്ടി അവരുടെ അടുത്തേക്ക് ആക്കി വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ കറങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ ഞങ്ങൾ കറങ്ങാൻ പോയതല്ല, കർത്താവിന്റെ വേലയ്ക്ക് പോയതാണ്. അതുകൊണ്ടാണ് കർത്താവ് അത് ചെയ്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുശേഷം ഇവിടെ കടന്നതിന് ശേഷം ഗുജറാത്തിൽ നിന്ന് കഴിച്ച ആഹാരവും വെള്ളവും ഒന്നും ഞങ്ങൾക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വളരെ പ്രയാസം അനുഭവിക്കാൻ ഇടയായിരുന്നു. പനിയാൽ ഭാരപ്പെട്ടു, ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്തു. 2-3 ആഴ്ച ഞാൻ പനിയായിട്ട് കിടന്നു. അന്നേരം ഭയങ്കര ക്ഷീണം പ്രയാസങ്ങളൊക്കെ ആയിരുന്നു. മരിച്ചു പോകുമെന്ന്, ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് പോലെ തോന്നി. ആ സമയത്ത് കർത്താവ് ഒരു എൻകൗണ്ടറും കൂടി എന്റെ ജീവിതത്തിൽ നടത്തി. ആമേൻ. ശാന്തമായി എന്റെ മനസ്സിനെ വായിച്ചറിഞ്ഞ കർത്താവ്, ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ പോലും അറിയുന്ന കർത്താവ് എന്റെ ഹസ്ബൻഡിലൂടെ എന്നെ എൻകൗണ്ടർ നടത്തുകയായിരുന്നു. എനിക്കറിയാം ദൈവം എന്നെ കിടത്തിയതിന്റെ ഉദ്ദേശം എന്റെ ജീവിതത്തിന് ഒരു വലിയ രൂപാന്തരം ആവശ്യമായിരുന്നു ആ സമയത്ത്. ഹല്ലേലൂയ. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമ്മൾ മനുഷ്യരോട് നിരപ്പ് പ്രാപിച്ചില്ല എങ്കിൽ ദൈവത്തോട് നമ്മളെല്ലാം പറഞ്ഞ് ക്ഷമ ചോദിക്കും, എല്ലാം ചെയ്യും. പക്ഷേ പറയേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും മറച്ചു വെച്ചിട്ടാണ് നമ്മള് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ജീവിതത്തില് ഞാൻ അനുഭവിച്ച കാര്യമാണ്. പല കാര്യങ്ങള് പറയേണ്ടവരോട് പറഞ്ഞ് മനുഷ്യരോട് നിരപ്പ് പ്രാപിക്കാത്ത അനേക കാര്യങ്ങൾ ആ സമയത്ത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ ദൈവദാസൻ എനിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ച് എന്റെ അകത്തെ ശബ്ദത്തെ നിർജീവമാക്കിയിട്ട് ദൈവത്തിന്റെ ശബ്ദം പോലെ എന്നോട് സംസാരിച്ച് എന്റെ അകത്ത് കിടന്ന സകല പാപത്തിന്റെ ബന്ധനങ്ങളും ശാപത്തിന്റെ ശക്തികളും എല്ലാം എന്നിൽ നിന്ന് പുറത്തെടുത്തിട്ട് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി ആ സമയത്ത് തീർത്തു. രാത്രി കാലങ്ങൾ ഞങ്ങൾക്ക് ഉറക്കമില്ലാതെ ഞങ്ങൾ ദൈവത്തോട് നിലവിളിച്ച് ദൈവം വാസ്തവമായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന സമയങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ സമയത്തൊക്കെ കർത്താവ് ഭയങ്കര വചനത്തിന്റെ ശക്തി അയച്ച് ഞങ്ങളെ എൻകൗണ്ടർ നടത്തുവാനിടയായി തീർന്നു. അങ്ങനെ ഞാനൊരു പുതിയ സൃഷ്ടിയാക്കി. എന്റെ വാക്കുകളുടെ രൂപാന്തരം കണ്ടിട്ട് എന്റെ ഹസ്ബൻഡ് പറയും, നീ മുഴുവനായി മാറിപ്പോയി, നീ ടോട്ടലി ചേഞ്ച് ആയിപ്പോയി. ഞാനൊരു പഞ്ഞി പോലെയായി തീർന്നെന്ന് മാത്രമേ എനിക്കറിയാം. എന്നാൽ എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം ഈ ദിവസങ്ങളിൽ എന്റെ അച്ഛൻ എന്നോട് പറയുന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അകത്ത് ആഗ്രഹമുണ്ടോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന്, എങ്ങനെയെങ്കിലും നിത്യത പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അവിടെ എല്ലാം കർത്താവ് ഇതെല്ലാം ഓരോ പ്രോസസ്സാ. ഇതെല്ലാം ഓരോ പ്രോസസ്സാ. ഞാൻ എന്റെ പ്രോസസ്സിലൂടെ കടക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഒരു കടമ്പ കടന്നിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്നും ആയെന്നല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞു 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങളിലുള്ള എല്ലാ പിണക്കവും, എല്ലാ നുണയും, പക്ഷപാതം, വ്യാജഭാവവും എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പൊ എന്തെല്ലാം നീക്കണമോ അതെല്ലാം ഓരോ ദിവസവും നീക്കണം. കർത്താവ് നമ്മളെ നിർമ്മല കന്യകയാക്കി കർത്താവിന്റെ സന്നിധി നിർത്താൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് അതിനുള്ള പ്രോസസ്സിലൂടെ കടത്തി വിടുമ്പോൾ പലപ്പോഴും നമുക്കതൊന്നും അതിന്റെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുന്നില്ല. നമ്മൾ പലപ്പോഴും ഈ സ്പ്രിങ് പാപത്തിന്റെ ഒരു ശക്തിയാണ് സ്പ്രിങ്, അല്ലെ? ഒരു സ്ഥലത്തേക്ക് വലിഞ്ഞു പോകാനുള്ളത്. പക്ഷെ പെട്ടെന്നാണ് നമ്മൾ പുറകോട്ട് മാറുന്നത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് പല സ്റ്റെപ്പുകൾ പുറകോട്ട് പോയ ഒരു ജീവിതമായിരുന്നു എന്റേത്. എന്നാൽ ഇന്ന് മുതലല്ല, ഈ കഴിഞ്ഞ ഇന്ന് നവംബർ 1-ാം തീയതിയാ കർത്താവ് എനിക്ക് തന്ന എക്സാക്ട് ടൈം എന്ന് പറയുന്നത് ഞാൻ മാനസാന്തരപ്പെട്ടിട്ട് 1 മാസമായതേ ഉള്ളൂ. യഥാർത്ഥത്തില് സത്യം എന്റെ ജീവിതത്തിന്റെ വാക്കുകൾക്ക് പിന്നെ സോഫ്റ്റ്ലി ആക്കിയത് ഈ സമയങ്ങൾ, ഈ എൻകൗണ്ടറിന്റെ സമയത്താ. 2 ആഴ്ചക്കാലം ഞങ്ങൾക്ക് ഉറക്കമില്ലായിരുന്നു. രാത്രി 12 മണി എന്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ 3 മണി 4 മണി വരെ കർത്താവിന്റെ സന്നിധി, കർത്താവിന്റെ അഗ്നി ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വാക്കുകളിലൂടെ, വചനത്തിലൂടെ, ആത്മശക്തിയിലൂടെ എല്ലാം ആ എൻകൗണ്ടറുകൾ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് ആ സമയങ്ങളിൽ വന്ന വചനത്തിന്റെ ശക്തി ഉണ്ടല്ലോ, ആ വചനത്തിന്റെ പ്രഭാവം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എന്റെ ഹൃദയത്തിലുള്ളതെല്ലാം, എന്റെ മൈൻഡുകളിലുള്ളതെല്ലാം, പഴയതിനെല്ലാം പീച്ച് ചീന്തി കടലിന്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞിട്ട് എന്നെ ഒരു വിശുദ്ധ സന്തതിയാക്കി കർത്താവ് നിർത്തി. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നവർക്ക്, നമ്മളെല്ലാവരും കർത്താവിന്റെ രാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാ.
ആമേൻ ഹാലേ, ഭാരമുള്ളതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്പേസിൽ പോകാൻ ആഗ്രഹിക്കുന്നവര് അവരൊരു ചെറിയ ടാബ്ലറ്റ് കഴിച്ച മാസങ്ങളോളം ആ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് അവര് അവരുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത്. നമുക്കറിയാം അന്തരീക്ഷ മണ്ഡലത്തിലെ പല പാളികളുണ്ട്, അതിലേക്കൊക്കെ പറന്നെത്തണമെങ്കിൽ നമ്മുടെ ഈ ബോഡി വെയിറ്റ് കൊണ്ടൊന്നും പോയാൽ ഒന്നും കാര്യം നടക്കത്തില്ല. എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പോകണമോ, ഈ ജഡം തകർക്കപ്പെടണം. ജഡത്തിന്റെ വിചാരങ്ങളെല്ലാം തകർക്കപ്പെട്ടിട്ട് ആത്മശക്തിയോടെ, ആത്മനിറവോടെ, ആത്മാവിന്റെ നിയോഗത്തില് ഇന്ന് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ പരിശുദ്ധാത്മ ഒരുവനും വന്ന അവൻ കാറ്റ് പോലെ. കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ടേക്ക് പോകണമെന്നോ അറിയത്തില്ല. കാറ്റിനൊന്നും തടസ്സമല്ല. വലിയ പർവ്വതം നിന്നാലും കാറ്റ് അതിന്റെ മണ്ടേ കൂടെ പോകും. ഹാലേലൂയ. ഏതെല്ലാം തടസ്സമുണ്ടോ കാറ്റ് അതിനെല്ലാം തരണം ചെയ്ത് കാറ്റിന് പോകേണ്ടടുത്തോടെ കാറ്റ് പോകും. പരിശുദ്ധാത്മ യേശുപ്പച്ചൻ നിക്കോദെമസിനോട് പറഞ്ഞത് ഹാലേലൂയ. കാറ്റ് എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ടേക്ക് പോകണമെന്നോ അറിയാത്തതുപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ, ആത്മനിറവിൽ ജീവിച്ചാൽ ഒരു കാറ്റിനെ പോലെ നമ്മളായിത്തീരും. പരിശുദ്ധാത്മാവിനെ നമ്മളെല്ലാം ഉപയോഗിക്കാനുണ്ട്. നമ്മളെല്ലാം ജനിപ്പിച്ചതിന്റെ വലിയൊരു പർപ്പസ് കർത്താവിനുണ്ട്. ആ പർപ്പസിലേക്ക് കടന്നു വരുവാൻ കഴിയേണ്ടതിന് എല്ലാ പ്രേക്ഷകരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദേവദാസന്മാരെ, ദാസിമാരെ, വിശ്വാസികള് ദൈവ നിയോഗത്തിനൊത്തവണ്ണം തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് എന്നെ മാറ്റിയ ദൈവം എന്റെ സഹോദരങ്ങളെ മാറ്റും. കർത്താവിന്റെ മനസ്സുള്ളവരായി തീരുക. കർത്താവിന് എല്ലാവരെയും രക്ഷിക്കണമെന്ന കർത്താവിന്റെ ആഗ്രഹം. പക്ഷേ തിരസ്കരിച്ചു പോകുന്നവരുണ്ട്, മറുത്ത് മത്സരിച്ചു പോകുന്നവരുണ്ട്. ഒരു ധനികനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ധനവാനായതുകൊണ്ട് അവൻ പറഞ്ഞു, നിത്യജീവനെ പ്രാപിക്കേണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതിനെല്ലാം വിട്ടിട്ട് നീ വന്ന് എന്നെ അനുഗമിക്കുക. അവന് പക്ഷെ മനസ്സിലായിരുന്നു. ഹല്ലേലൂയ. അവനവന്റെ ധനവും മാനവും ഒക്കെ അവന്റേതായ കാര്യങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് നിന്നതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മനസ്സുണ്ടോ കർത്താവിനെ പോലെയാകാൻ കർത്താവ് തീർച്ചയായിട്ടും ആക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനേക പ്രിയപ്പെട്ടവർ ഇത് കാത്തിരിക്കുന്നവരുണ്ട്. എങ്ങനെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താം? അതിന് കർത്താവിന്റെ പാദപീഠത്തിൽ ആവശ്യമാണ്. ആത്മീയ ഗോളത്തില് നമ്മളെല്ലാം ദൈവമക്കളാണ്. കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളാണെങ്കിലും പലപ്പോഴും നമ്മുടെ സ്വഭാവങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റം പലപ്പോഴും ഉണ്ടാകാത്ത അവസ്ഥകളുണ്ട്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ ജഡത്തിൻ്റെതായ സ്വഭാവം നമ്മളിൽ എപ്പോഴും ഇങ്ങനെ ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ ധരിക്കുന്നുണ്ടെങ്കിലും യേശുവിൻ്റെ സ്വഭാവമില്ലാത്ത ആത്മീയ ഗോളമാണ് ഇന്ന് പലപ്പോഴും. പക്ഷേ കർത്താവ് ഓരോ വ്യക്തികളെയും ദൈവം ഇങ്ങനെ രൂപാന്തരപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ കാറ്റ് എങ്ങോട്ട് വരും, അത് ഏത് പ്രതികൂലം സഹിച്ചതെന്തോ ചെയ്യും, കടന്നു പോകും. അപ്പം ദൈവത്തിൻ്റെ വചനം അതുപോലെയാണ്, ദൈവത്തിൻ്റെ ആത്മാവും അതുപോലെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കടന്നു വരുമ്പോൾ നമ്മളിലുള്ള എല്ലാ അഴുക്ക് സ്വഭാവങ്ങളും മാറി എന്തിനേയും സഹിപ്പാനും കർത്താവ് പറയുന്ന പോലെ നമുക്കായിത്തീരുവാനും കഴിയും. കർത്താവിൻ്റെ സ്വഭാവം നമ്മുടെ ദൈവമക്കളാകുന്ന നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. സ്തോത്രം. ഒന്ന് അനേക ദൈവമക്കളെന്ന് പേര് കൊണ്ട് പറയുന്നെങ്കിലും ദൈവിക സ്വഭാവമില്ലാതെ ഇപ്പം പറഞ്ഞ ധനവാനായ മനുഷ്യനെ പോലെ ചിലതൊക്കെ പ്രമാണിക്കുന്നു, ചിലതെന്തുവാ പ്രമാണിക്കാൻ കഴിയാത്ത അവസ്ഥകളാണ്. എന്നാൽ പൂർണ്ണമായി ഈ കാലഘട്ടങ്ങളിൽ ദൈവമക്കൾ പൂർണ്ണമായി കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ആയിക്ക് തീരട്ടെ. സിസ്റ്റർ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്നവരെ കർത്താവ് ചെയ്യും, അതിന് പ്രകാരം ആക്കി തീർക്കും. ഓരോ ചേഞ്ചുകൾ, ജീവിതത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ, ഓരോ ദിവസവും ഒരു രൂപാന്തരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഞങ്ങളോടൊപ്പം ഇത്രത്തോളം സമയമായിരുന്നല്ലോ, ഒത്തിരി നന്ദിയുണ്ട്. ദേവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പന്റെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ജോയിസ് ടി വി. നാം ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവ് ഈ സാക്ഷ്യത്തെ കേൾക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ആത്മാവിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദേവദാസനെയും അവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കർത്താവ് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സകല ശുശ്രൂഷകളെയും ഞങ്ങൾ ആത്മാവിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. യോസേപ്പിനെ പോലെ ഹാലേലൂയ, അവന്റെ വേരുകൾ അവന്റെ ഹാലേലൂയ മതിലുകളുമേൽ പടർന്നു എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഇതൊരു പടർച്ചയായി തീരട്ടെ കർത്താവ്. അനേകരുടെ സാക്ഷ്യങ്ങൾ, അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് ധൈര്യം കൊടുക്കുന്ന, അനേകർക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ആത്മതലങ്ങളിലേക്ക് ഈ മിനിസ്ട്രിയെ കർത്താവ് വളർത്തുവാൻ ഞങ്ങൾ ആത്മാവിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു.
ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. കേൾക്കുന്ന പ്രേക്ഷകരെ ആമേൻ, ജീവിതത്തിൽ അമ്മേ നിരാശപ്പെട്ടിരിക്കുന്ന, വേദനയോടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. എല്ലാവർക്കും യഹോവ ശാലോം, യഹോവ ശാലോം, യഹോവ ശാലോം. ആമേൻ. ആത്മാവും പ്രാണനും ശരീരവും ഒരുപോലെ സമാധാനം വ്യാപരിക്കട്ടെ. എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. എല്ലാ പീഡകളിൽ നിന്നും കർത്താവിനെ വിടുവിക്കണമേ. ആത്മനിയോഗത്തോടെ, ആത്മാവിന്റെ ശക്തിയോടെ എല്ലാവരും കർത്താവിനെ പോലെ മുന്നേറുവാൻ കഴിയുന്ന ആത്മനിയോഗമുള്ളവരായി തീരപ്പെടേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവരെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് മൂലം കേൾക്കുമാറാകണം പിതാവേ. ആമേൻ.